വാതരോഗങ്ങൾ, റുമറ്റോയിഡ് ആർത്രൈറ്റിസ് അഥവാ ആമവാതം, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സോറിയാറ്റിക് ആർത്രൈറ്റിസ്, നട്ടെല്ലിനെ ബാധിക്കുന്ന ആങ്കലോസിംഗ് സ്പോണ്ടലൈറ്റിസ്, കുട്ടികളിൽ ഉണ്ടാകുന്ന ജുവനൈൽ ആർത്രൈറ്റിസ്, SLE ഓർ സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമെറ്റോസിസ്, ഉമിനീർ ഗ്രന്ഥികളെയും കണ്ണുനീർ ഗ്രന്ഥികളെയും ബാധിക്കുന്ന ജോഗ്രൻസ് സിൻഡ്രോം, സ്ലിറോഡെർമ, പേശികളെ ബാധിക്കുന്ന പോളിമയോസൈറ്റിസ്, ത്വക്കിനെയും പേശികളെയും ബാധിക്കുന്ന ഡെർമറ്റോമയോസൈറ്റിസ്, വായിലും കണ്ണിലും ഒക്കെ വ്രണങ്ങൾ ഉണ്ടാക്കുന്ന ബെസറ്റ്സ് ഡിസീസ് തുടങ്ങി ഏകദേശം 200ഓളം വാതരോഗങ്ങളുണ്ട്. റുമാറ്റിസം പ്രധാനമായും 2 തരമാണ്. ഒന്ന്, അസ്ഥികളെയും സന്ധികളെയും ബാധിക്കുന്ന സന്ധിവാതം ഓർ ആർത്രൈറ്റിസ്. 2, സോഫ്റ്റ് ടിഷ്യൂ റുമാറ്റിസം ഓർ നോൺ ആർട്ടിക്കുലർ റുമാറ്റിസം, അതായത് സന്ധികളെയും അസ്ഥികളെയും അല്ലാതെ ത്വക്ക്, ഹൃദയം, രക്തക്കുഴലുകൾ, ശ്വാസകോശം, കിഡ്നി തുടങ്ങിയ അവയവങ്ങളെ ബാധിക്കുന്ന റുമാറ്റിസം. മോഡേൺ മെഡിസിനിൽ കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡേഴ്സ് വിഭാഗത്തിലാണ് ഇത് പെടുന്നത്. എന്താണ് ഇത്തരം രോഗങ്ങളുടെ പ്രത്യേകത? ലക്ഷണങ്ങൾ പലതാണെങ്കിലും എന്തുകൊണ്ടാണ് ഈ രോഗങ്ങളെ എല്ലാം ഒരേ വിഭാഗത്തിൽ പെടുത്തിയിരിക്കുന്നത്? ഇത്തരം രോഗങ്ങൾ ഉണ്ടാകാൻ കാരണം എന്താണ്? ഈ രോഗങ്ങളിൽ നിന്നും മുക്തി നേടാൻ എന്താണ് മാർഗം? വാതരോഗികൾ എന്തെല്ലാം ശ്രദ്ധിക്കണം? ഒരു ഹെൽത്ത് ടിപ്പ് തരിക എന്നതിനുപരി ഈ രോഗത്തിൻ്റെ കാരണങ്ങളെയും രോഗം നേരത്തെ കണ്ടെത്താനുള്ള മാർഗങ്ങളെയും രോഗം ശരീരത്തെ എത്രമാത്രം ബാധിച്ചു എന്ന് മനസ്സിലാക്കാനുള്ള പരിശോധനാ രീതികളെയും മോഡേൺ മെഡിസിനിൽ ലഭ്യമായ ചികിത്സാ രീതികളെയും അവയുടെ ഗുണദോഷങ്ങളെയും പരിമിതികളെയും കുറിച്ച് അറിവ് നൽകുകയും ഒപ്പം തന്നെ ജീവിതശൈലിയുമായി ഈ രോഗങ്ങൾക്കുള്ള ബന്ധവും ജീവിതശൈലി ക്രമപ്പെടുത്തുന്നതിലൂടെ രോഗപ്രതിരോധവും രോഗമുക്തിയും എങ്ങനെ സാധ്യമാക്കാമെന്നും മനസ്സിലാക്കാൻ സഹായിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അതിനാൽ വീഡിയോ കുറച്ച് നീണ്ടുപോകാം. കൂടുതലായി ഈ രോഗത്തെക്കുറിച്ചും അത് എങ്ങനെയാണ് ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നത് എന്നറിയാനും മനസ്സിലാക്കി അതിൽ നിന്ന് മോചനം നേടാനും ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണിത്. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന രോഗികൾ പരിശോധനകൾ നടത്തി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ മരുന്നുകൾ കുറയ്ക്കുകയോ നിർത്തുകയോ ചെയ്യാവൂ എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കണം. ആദ്യമായിട്ട് എന്താണ് വാതരോഗം എന്നുള്ളതാണ്. ബേസിക്കലി നമുക്കെല്ലാം അറിയാം, നമ്മളുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുകൾ വെച്ചാണ്. അപ്പം ഈ സെല്ലുകളെ എല്ലാം കണക്ട് ചെയ്തുകൊണ്ട് നിർത്തുന്നത്. ഇപ്പോൾ ഓരോ അവയവത്തിനകത്താണെങ്കിലും പലതരം സെല്ലുകൾ ഉണ്ടാവും. ഇപ്പം ലിവറിനകത്താണെങ്കിൽ ലിവർ ഒരു ഹെപ്പറ്റോസൈറ്റ്സ് മാത്രമല്ല, വേറെ ടൈപ്പ് സെല്ലുണ്ടാവും. അതുപോലെ ഇപ്പം മസിലിനകത്താണെങ്കിൽ മസിലിനെ ചുറ്റി ഒരു ഫേഷി ഉണ്ടാവും. പിന്നെ ഇവൻ സ്കിന്നിനകത്താണെങ്കിലും എല്ലാം പലതരം സെല്ലുകളാണ്. എവിടെയാണെങ്കിലും അതിനെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് ഒരു കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയും. അപ്പം ഈ ജോയിൻറ്റ്സ്, പ്രത്യേകിച്ച് നമ്മൾ ഈ ജോയിൻറ്റുകളെ ക്യാപ്സ്യൂൾ അതിനെ കവർ ചെയ്തുകൊണ്ട് അതിലെ ടെൻഡൻസ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഇതിനകത്തൊക്കെ ഈ കണക്റ്റീവ് ടിഷ്യൂ ആണ് മെയിനായിട്ട്. അതായത് മസിലിനെ ചുറ്റി, ഓരോ മസിലിനെയും ചുറ്റി ഓരോ ഫേഷ്യ പോലെയുണ്ട്. അതിനെ ബണ്ടിൽസായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് നമ്മളുടെ ഈ ജോയിൻറ്റുകളിലേക്ക് വരുന്നത്. ജോയിൻറ്റിൻ്റെ അവിടെയാണല്ലോ നമ്മൾ മസിലുകളെല്ലാം അറ്റാച്ച് ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മൾ മസിൽ ആക്ട് ചെയ്യുമ്പം ജോയിൻറ്റ് മടങ്ങുമെന്ന് വരുമെന്നൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ്. അപ്പം ഈ ടിഷ്യൂന് വരുന്ന രോഗത്തെയാണ് കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡർ എന്ന് പറയുന്നത്. ഇപ്പോൾ റുമാറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡറാണ്. ഇപ്പോൾ നമ്മൾ മോഡേൺ മെഡിസിനിലാണെങ്കിൽ അതിനിപ്പം പഴയ കാലത്തൊക്കെ അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ഒന്നും ഇല്ലായിരുന്നു. സാധാരണ ആദ്യകാലത്തൊക്കെ MBBS ഡോക്ടേഴ്സ് ചികിത്സിച്ചു. പിന്നെ MD ഫിസിഷ്യൻ, അതായത് ജനറൽ മെഡിസിൻ MD ഉള്ളവർ ചികിത്സിച്ചു. ഇപ്പം അതിന് MD കഴിഞ്ഞവർ പിന്നെ ഒരു സൂപ്പർ സ്പെഷ്യലൈസേഷൻ 2 വർഷം കൂടെ എടുത്ത് DM കഴിഞ്ഞ റുമറ്റോളജിസ്റ്റാണ്. റുമറ്റോളജിയിൽ DM കഴിഞ്ഞവരാണ് ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റായിട്ട് വരുന്നത്. അപ്പം ബേസിക്കലി ഈ കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡറിനെയാണ് നമ്മൾ റുമാറ്റിസം എന്ന് പറയുന്നത്. അപ്പം അതിലെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ കണക്റ്റീവ് ടിഷ്യൂവിനെ ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മെയിൻ 2 തരം പ്രോട്ടീനാണ്. അതിൽ കൊളാജൻ, ഇലാസ്റ്റിൻ എന്ന് പറയും. അതൊരു മസിലിൽ ഉണ്ടാക്കുന്ന തരം പ്രോട്ടീൻ അല്ല, വേറൊരു ഡിഫറെൻറ്റ് കുറച്ചൊരു അത്രയും കൂടെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വേറൊരു ടൈപ്പാണ്.
അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോൺസ്, കാർട്ടിലേജ്, അതായത് തരുണാസ്ഥി, ടെൻഡൻസ്, ഇതിനൊക്കെ കൂടുതലായിട്ടുള്ളത് കൊളാജനും ഇലാസ്റ്റിനുമാണ്. ഈ പ്രോട്ടീനിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നതാണ് ശരിക്കും റുമാറ്റിസം എന്ന് പറയുന്നത്. അപ്പം അതാണ് നമുക്ക് ബേസിക്, നമ്മൾ എന്താണ് വാദം എന്ന് പറഞ്ഞ് നമ്മളുടെ ഈ നമ്മളെ കണക്ട് ചെയ്തുകൊണ്ട്, അതായത് ഇപ്പം ബേസിക്കലി നമ്മൾ വീടുണ്ടാക്കാൻ ഇഷ്ടിക വെച്ച് വീടുണ്ടാക്കുമ്പോൾ അതിൻ്റെ ഇടയിലൊരു സിമെൻറ്റും മണലും ഒക്കെ കൂടെ വെച്ച് പരിക്കന്നിടുമല്ലോ എന്ന് പറഞ്ഞതുപോലെ ഇതിൻ്റെ ഇടയിൽ യോജിപ്പിച്ചുകൊണ്ട് നിർത്തുന്ന ഒരു കാര്യമാണ് ഈ പ്രോട്ടീൻ, കൊളാജനും ഇലാസ്റ്റിനും വെച്ചുണ്ടാക്കുന്ന കണക്റ്റീവ് ടിഷ്യൂ. ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ നമ്മളുടെ ഇമ്മ്യൂൺ സെൽസ്, അതായത് വൈറ്റ് ബ്ലഡ് സെൽസോ അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന ആൻറ്റിബോഡീസ്, IgG, IgE, IgM, ഇതൊക്കെ കയറി ആക്ട് ചെയ്ത് അതിനെ നശിപ്പിക്കാൻ നോക്കുകയാണ് ബേസിക്കലി ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇതെന്തുകൊണ്ടാണ് വരുന്നത്, എങ്ങനെയാണ് ഇവരെ ഇങ്ങനെ വെറുതെ നമ്മളുടെ ബോഡി തന്നെ അറ്റാക്ക് ചെയ്യുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ബേസിക്കലി ഇതിൽ മിക്കവാറും എന്തെങ്കിലും ഒരു ട്രിഗറിങ് ഏജൻറ്റ് വരുന്നുണ്ടാവും. അപ്പം നമുക്ക് വെറുതെ ചിലപ്പോൾ ഇതൊക്കെ എപ്പോഴും വരികയില്ല, ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഈ ജോയിൻ്റൊക്കെ നീർക്കെട്ടും വേദനയും ചുമപ്പ് നിറവും ഒക്കെ ആയിട്ട് വരികയായിരിക്കും ചെയ്യുന്നത്. അപ്പം അതിലെല്ലാത്തിനും ഓരോന്നിനും ഒരു പാറ്റേൺ ഓഫ് ഇത് വെച്ചിട്ട് ഓരോ പേരിട്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതിൽ നമുക്കിപ്പോൾ ഇത്തരം അസുഖങ്ങൾക്കെല്ലാം മിക്കവാറും ചിലപ്പോൾ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിരിക്കും ആദ്യം വന്നത്, അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻ ആയിരിക്കും വന്നത്. ഇത് കഴിഞ്ഞ് കുറച്ച് ദിവസം അന്നേരവും വരില്ല, കുറച്ച് 1-2 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ഈ ജോയിൻറ്റ് വേദനയിലേക്കൊക്കെ വരുന്നത്. അപ്പം അതിന് ഏറ്റവും ഒരു വാതരോഗത്തിന് നമുക്ക് ഏറ്റവും എക്സാമ്പിൾ പറയാൻ ഏറ്റവും ഈസി ആയിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ പറയാനുള്ളത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റുമാറ്റിക് ഫീവർ എന്ന് പറയും. അതായത് നമ്മൾ ഈ പഴയ കാലത്തൊക്കെ ഇപ്പോഴും എടുക്കുന്നുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ ഒരു ലോങ് ആക്ടിങ് പെൻസിലിൻ, ഒരു ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ എല്ലാം 3 ആഴ്ച കൂടുമ്പോഴും എടുക്കുക എന്നുള്ളത്. യൂഷ്വലി അത് കൊച്ചു പിള്ളേരെ തന്നെ ബാധിക്കും, ഇപ്പോഴും ബാധിക്കുന്നില്ല എന്നല്ല, പക്ഷേ ഇപ്പോൾ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ ഉള്ളതുകൊണ്ട് മോർ വിജിലൻ്റ് ആയിട്ട് നോക്കുന്നതുകൊണ്ട് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് കുറയുന്നുണ്ട്. അപ്പോൾ അതാണ് റുമാറ്റിക് ഫീവർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അങ്ങനെ പല പ്രാവശ്യം റുമാറ്റിക് ഫീവർ വന്നു കഴിഞ്ഞാൽ അത് കഴിയുമ്പം ഹാർട്ടിന് പ്രോബ്ലം വരും. അതായത് ഈ മൈട്രൽ വാൽവ് റീപ്ലേസ്മെൻ്റ് ഒക്കെ ചെയ്യേണ്ടി വരുമല്ലോ. ഇതെല്ലാം ഇതുപോലെ വന്നിട്ട് വരുന്നതാണ്. അതിലെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു സ്ട്രെപ്റ്റോകോക്ക എന്നും പറഞ്ഞൊരു ബാക്ടീരിയ ഉണ്ട്. അത് നമുക്ക് പല്ലിന് കേടുണ്ടാക്കുക, അതുപോലെ തൊണ്ടയിൽ നമ്മുടെ ടോൺസിലൈറ്റിസ് ഉണ്ടാക്കുക, അതായിരിക്കും അത് ചെയ്യുന്നത്. ഈ സ്ട്രെപ്റ്റോകോക്കസ് ഇൻഫെക്ഷൻ വന്നു കഴിയുമ്പം നമ്മുടെ ബോഡി അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ആൻറ്റിബോഡീസ് ഉണ്ടാക്കും. ഈ ആൻറ്റിബോഡീസും നമ്മളുടെ ജോയിൻറ്റിൻ്റെയും നമ്മുടെ ഹാർട്ടിലും ഒക്കെയുള്ള കണക്റ്റീവ് ടിഷ്യൂ ആയിട്ട് ഒരു സാമ്യമുണ്ട്. അപ്പോൾ എന്താ പറ്റുക, നമ്മുടെ ബാക്ടീരിയയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഈ ആൻറ്റിബോഡീസ് പോയി നമ്മുടെ ഹാർട്ടിൻ്റെ വാൽവിനെ അറ്റാക്ക് ചെയ്യും, അതുപോലെ നമ്മുടെ ജോയിൻറ്റിനെ അറ്റാക്ക് ചെയ്യും. അപ്പം കുട്ടികൾക്കാണേലും വലിയവർക്കാണേലും പനി, മുട്ടുവേദന, കൈവേദന, ഫ്ലീറ്റിംഗ് ആർത്രൈറ്റിസ് എന്ന് പറയും. ഒരു ദിവസം കൈമുട്ടിനാണ് വേദനയെങ്കിൽ പിറ്റേ ദിവസം ചിലപ്പം കാലിനായിരിക്കും വേദന. ഒരു ദിവസം റൈറ്റ് സൈഡിലാണെങ്കിൽ മറ്റേ ദിവസം ചിലപ്പം ലെഫ്റ്റ് സൈഡിലായിരിക്കും. അതായത് മാറി മാറി വരുന്ന വേദന ഉണ്ടാവും, പനിയുണ്ടാവും, മുട്ട് നീർക്കിട്ട് വരും. ഇതൊക്കെ ആയിരിക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ അതങ്ങ് മാറും. പക്ഷേ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വന്നു കഴിയുമ്പോൾ അവസാനം കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും നമ്മുടെ ഹാർട്ടിൻ്റെ വാൽവാണ് ഡാമേജ് ആകുന്നത്. അതിന് ശരിക്കും ബേസിക്കലി ഇത് ജോയിൻറ്റിനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല, പക്ഷേ ഹാർട്ട് വാൽവ് ഡാമേജ് ആവും. പിന്നെ അത് ഹാർട്ട് ഡിസീസായി ഹാർട്ടിൻ്റെ വാൽവ് റീപ്ലേസ് ഒക്കെ ചെയ്യേണ്ട നിലയിലേക്ക് വരും. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുട്ടികൾക്കാണെങ്കിൽ ഈ പനിയും ചുമയൊക്കെ എപ്പോഴും വരുന്നതിൻ്റെ കാരണം ബേസിക്കലി ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ്. ഈ ബാക്ടീരിയ വരാൻ കാരണം, ഇൻഫെക്ഷൻ വരാൻ കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തെറ്റായിട്ടുള്ള ജീവിതശൈലിയും ഈ ഐസ്ക്രീമും ഈ കോളയും അല്ലെങ്കിൽ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സും കളറും പ്രിസർവേറ്റീവും ഒക്കെ ഇട്ടതാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കുക. റിപ്പീറ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഈ പനിയും ചുമയൊക്കെ വരുന്നുണ്ടെങ്കിൽ അവരുടെ ഫുഡും നമ്മൾ നോക്കുക. അതിനകത്ത് ഇങ്ങനത്തെ ജങ്ക് ഫുഡ് കയറി കഴിഞ്ഞിട്ടായിരിക്കും എപ്പോഴും തന്നെ ഇത് വരുന്നത്. അപ്പം അങ്ങനത്തെ ഒഴിവാക്കുക. കാരണം ഇതുപോലെ തന്നെയുള്ള വേറൊരു രീതിയിൽ വരുന്നതാണ് കിഡ്നിക്ക് അസുഖം വരുത്തുന്നത്. ഈ റുമാറ്റിക് ഫീവർ പോലെ തന്നെ സെയിം മെക്കാനിസത്തിലാണ് ഈ സ്ട്രെപ്റ്റോകോക്കസ് ഇൻഫെക്ഷനും ഒക്കെ വന്നിട്ട് തന്നെയാണ്
ഈ കിഡ്നിയിൽ നെഫ്രോപ്പതി, നെഫ്രൈറ്റിസ് എന്നൊക്കെ വന്ന് പിന്നെ ഭാവിയിൽ റീനൽ ഫെയിലിയറിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും വരാവുന്നത്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ സൂക്ഷിക്കുക. ഞാനൊരു എക്സാമ്പിളായിട്ട് അതുപോലെ ബാക്ടീരിയ, വൈറസ്, പലതരം വൈറസുകളും ഒക്കെ വരുന്നുണ്ട് ഇതിൽ. അപ്പം ഈ റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, നമ്മൾ ഇതിപ്പം ഞാൻ പറഞ്ഞ റുമാറ്റിക് ഫീവറാണ്. മറ്റേ റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് വരുമ്പോഴും പലപ്പോഴും ഒരു ഇൻഫെക്ഷനും വൈറസ് ഇൻഫെക്ഷനോ എന്ത് വേണമെങ്കിലും ആകാൻ വരുന്നത്. അത് കഴിയുമ്പോൾ, കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനൊരു ചാലഞ്ച് വരുവാണ്. അപ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വയ്യാതിരിക്കുമ്പോൾ എല്ലാം ഡിറെയിൽ ചെയ്യും. പിന്നെ വേറൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി. ന്യൂട്രീഷൻ്റെ പോഷകങ്ങളുടെ കുറവ് വന്നു കഴിയുമ്പോൾ ഈ നമ്മുടെ പ്രോട്ടീനൊക്കെ ഉണ്ടാക്കണമല്ലോ, അതായത് ഈ നമ്മുടെ കൊളാജൻ ഉണ്ടാക്കാനും ഇലാസ്റ്റിൻ ഉണ്ടാക്കാനും ഒക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ ഡൈജസ്റ്റ് ചെയ്ത് അമിനോ ആസിഡ്സ് ആക്കും. അമിനോ ആസിഡ്സിനെ കൊണ്ടുപോയാണ് വെച്ച് നമ്മുടെ ലിവറാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം അതിൻ്റെ ഉള്ള ഒരു ബാലൻസിൽ തെറ്റുകൾ വരുമ്പോൾ ഈ പ്രോട്ടീൻ ഉണ്ടാക്കിയാൽ പ്രോപ്പർ പ്രോട്ടീൻ ആവില്ല. പ്രോട്ടീൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അമിനോ ആസിഡ്സ് ഉണ്ടായാൽ മാത്രം പോരാ, കറക്റ്റ് സീക്വൻസിൽ അമിനോ ആസിഡ്സ് ആയാലും പോരാ, അതിൻ്റെ ഒരു ഷേപ്പുണ്ട്. നമ്മൾ ഈ കുട്ടികളെയൊക്കെ നമ്മൾ ജിഗ്സോ പസിലൊക്കെ വെച്ച് പഠിപ്പിക്കുകയല്ലേ, കറക്റ്റ് ഷേപ്പ് ആണെങ്കിലേ അവിടെ ജോയിൻ ചെയ്യുള്ളൂ. ഈ പ്രോട്ടീനുകൾക്ക് എന്തെങ്കിലും ഷേപ്പിൽ വ്യത്യാസം വന്നാൽ തന്നെ അത് പ്രോപ്പർലി ആക്ട് ചെയ്യുകയില്ല. ഈ പ്രോപ്പർലി ആക്ട് ചെയ്യാത്തൊരു പ്രോട്ടീൻ ആണെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം കരുതും ഇതെന്തോ കുഴപ്പക്കാരനാണെന്ന് കരുതി അതിനെ പോയി അറ്റാക്ക് ചെയ്ത് അതിനെ നശിപ്പിക്കാൻ നോക്കും. അത് അവരുടെ ഡ്യൂട്ടിയാണ്. നമ്മളുടെ ബോഡിയുടേതല്ലാത്ത എന്തിനെ കണ്ടു കഴിഞ്ഞാലും അതിനെ ഡൈജസ്റ്റ് ചെയ്ത്, ശരിക്കും പറഞ്ഞാൽ അതിനെ വിഴുങ്ങുകയാണ് ഒരു പരിധി വരെ അവർ ചെയ്യുന്നത്. എന്നിട്ട് അതിനെ ഡൈജസ്റ്റ്, നമ്മൾ വയറിനകത്ത് നമ്മൾ ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന പോലെ ഈ നമ്മുടെ ഇമ്മ്യൂൺ സെൽസ് തന്നെ അതിനെ വിഴുങ്ങി അതിനെ ഡൈജസ്റ്റ് ചെയ്ത് അതിനെ വീണ്ടും വേറെ ഉപകാരപ്രദമായിട്ടുള്ള സാധനങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ് ഇതിനകത്ത് സംഭവിക്കുന്നത്. അപ്പം ഈ കാര്യം തന്നെ അവിടെ നടക്കുമ്പം നമുക്ക് ഈ ന്യൂട്രീഷണൽ ഇംബാലൻസ് വന്നു കഴിഞ്ഞാൽ തെറ്റും. അതുപോലെ ഇപ്പം നമ്മൾ കാണുന്ന വേറൊരു ന്യൂട്രീഷണൽ, നമ്മൾ ചില ഭക്ഷണം ശരിയാകാതെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ചേരുന്ന ഭക്ഷണം അല്ലെങ്കിലും അത് വരാം. അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂട്ടൺ ആണ്. ഇപ്പം നമ്മൾ പറയുമല്ലോ ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ് എന്ന്. ഇപ്പം എന്ത് രോഗം ഉണ്ടെങ്കിലും, പ്രത്യേകിച്ച് ഓട്ടോഇമ്യൂൺ ഡിസീസ്, അലർജി, ഇത്തരം രോഗങ്ങളുള്ളവർ ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ് എടുക്കണമെന്നാണ്. ഗ്ലൂട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ ഈ ഗോതമ്പ്, മൈദ, റവ, ഓട്സ്, അതുപോലെ ബാർലി, റൈ, ഇങ്ങനെയുള്ള ധാന്യങ്ങളിലുള്ള പ്രോട്ടീനാണ്. അപ്പം നമുക്കറിയാം അരിയേക്കാളും കൂടുതൽ പ്രോട്ടീൻ ഉള്ളത് ഗോതമ്പിലാണ്. പക്ഷേ ഈ പ്രോട്ടീൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പ്രോട്ടീൻ മെയിൻലി ഗ്ലൂട്ടനാണ്. അപ്പോൾ ഈ ഗ്ലൂട്ടൺ അലർജി വളരെ കോമണാണ്. അത് ഇൻറ്റസ്റ്റൈനൽ പ്രോബ്ലം ആയിട്ട് വരാം. അപ്പോൾ അതിന് സീലിയാക് ഡിസീസ് എന്ന് പറയും. പിന്നെ അത് നോൺ സീലിയാക് ഗ്ലൂട്ടൻ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞ് അതിപ്പോൾ പല രോഗങ്ങളും, ഈവൻ സൈക്യാട്രിക് പ്രോബ്ലത്തിന് പോലും കാരണം ഈ ഗ്ലൂട്ടൺ ആണെന്ന് പറയുന്നുണ്ട്. അപ്പം അതാണ് സ്റ്റഡീസ് കാണിക്കുന്നത്. ഇപ്പം നമുക്ക് പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ പണ്ടൊന്നും നമുക്ക്, ഇപ്പം ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് 40 years ബാക്ക് ഇതൊന്നും നമുക്ക് ടെസ്റ്റ് ചെയ്യാനോ ഇതൊന്നും അറിയത്ത് തന്നെ ഉണ്ടായിരുന്നില്ല. ഗ്ലൂട്ടൻ അലർജി എന്ന് പറയുന്ന എൻറ്റിറ്റി തന്നെ നമുക്കറിയില്ല. അന്ന് കാര്യമുണ്ട്, പക്ഷെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. നമുക്കതൊരു ഡിസീസായിട്ട് മനസ്സിലായിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പം വളരെ ക്ലിയറാണ്. അപ്പം ഇങ്ങനെയുള്ളവർക്ക് ഗോതമ്പൊന്നും നിർത്തിയാൽ തന്നെ അതാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ അവരുടെ അസുഖം മാറും. അതാണ് സീലിയാക് ഡിസീസിൻ്റെ ട്രീറ്റ്മെൻറ്റ് തന്നെ അതാണ്. അതിന് വേറെ മരുന്നൊന്നും എടുത്തിട്ട് കാര്യമില്ല, നോ മെഡിക്കേഷൻ. അപ്പോൾ അതിന് ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ് എടുക്കുക എന്നുള്ളതാണ് അതിനകത്ത് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഇന്നത്തെ കാലത്ത് ഈ ഇങ്ങനത്തെ വാതരോഗങ്ങൾ കൂടി വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യുന്നത് 2 തരം ഫാറ്റാണ്. നമുക്കറിയാമല്ലോ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൊക്കെ ഫാറ്റുണ്ട്. അതിൽ ഒന്ന് സാച്ചുറേറ്റഡ് ഫാറ്റ്, നമ്മുടെ തേങ്ങയിലും വെളിച്ചെണ്ണയിലും ഒക്കെ ഉള്ളത്, അതിനകത്ത് ശരിക്കും സാച്ചുറേറ്റഡ് ഫാറ്റാണ്. പിന്നെ ഉള്ളത് ഒമേഗ 369 എന്ന് പറയുന്നത്. 3 എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എപ്പോഴും ഈ ചാളയൊക്കെ കൂടുതൽ കഴിക്കണം, നല്ലതാണ്, ഹാർട്ടിന് നല്ലതാണ്, ആസ്മയ്ക്ക് നല്ലതാണെന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അത് ഒമേഗ 3 ആണ് നമ്മളുടെ ആൻറ്റി ഇൻഫ്ലമേറ്ററി, അതായത് നമ്മുടെ ഹീലിംഗ് പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ ഒമേഗ 6 അതാണ് ഡിഫൻസ്, നമ്മളെ പ്രതിരോധം നടത്താനായിട്ട് അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒമേഗ 6 ആണ്. അപ്പം ഇതിനകത്തുള്ള ഇംബാലൻസാണ് ശരിക്കും ഇപ്പോൾ എല്ലാ രോഗങ്ങളും, ശരിക്കും നമ്മൾ ഈ ജീവിതശൈലി രോഗങ്ങളും എല്ലാ രോഗങ്ങളും ശരിക്കും പറഞ്ഞാൽ ഇൻഫ്ലമേറ്ററിയാണ്. ഇൻഫ്ലമേഷൻ കൂടി പോവുകയാണ് ചെയ്യുന്നത്. ഈവൻ നമുക്ക് അറിയാം, എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്ന് ലൈക്ക് കോവിഡ്, അപ്പം
ഈ ഓവർ ഇൻഫ്ലമേഷൻ വന്നിട്ടാണ് പ്രോബ്ലം ഉണ്ടാകുന്നത്. അപ്പം ഇൻഫ്ലമേഷൻ അങ്ങോട്ട് അതിര് വിട്ടു പോവുകയാണ്. അപ്പോൾ അതിനാണ് നമ്മൾ ഈ സ്റ്റിറോയിഡ്സ് ഒക്കെ പോലെയുള്ള ഫൈനൽ നമ്മൾ കോവിഡ് കേസിലൊക്കെ ആണെങ്കിൽ സേവ് ചെയ്യാൻ ഫൈനലി ഉപയോഗിക്കുന്ന ഇമ്മ്യൂണോസപ്രസൻസ് ആയിരുന്നു. സ്റ്റിറോയിഡ്സ്, അതുപോലെ ബ്ലഡ് കട്ടടിക്കാതിരിക്കാനായിട്ടുള്ള ഹെപ്പാരിൻ, അതുപോലത്തെ ഇഞ്ചക്ഷൻ. അതായത് ഇൻഫ്ലമേഷൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ബ്ലഡ് ക്ലോട്ടിംഗ് ഒക്കെ നടക്കുന്നത്. അപ്പം ശ്വാസകോശത്തിലും ഹാർട്ടിലും ഒക്കെ ബ്ലഡ് ക്ലോട്ട് ഉണ്ടായിട്ടാണ് പ്രോബ്ലംസ് വന്നിരുന്നത്. അപ്പം അതിനെ സപ്രസ് ചെയ്യാനുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി മരുന്നുകളാണ് നമ്മൾ അതിനാണെങ്കിലും കൊടുത്തിരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ഫുഡിലെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ omega-6 ഒത്തിരി കൂടുതലും omega-3 തീരെ കുറവാണ്. omega-3 ആകെ വളരെ നിസ്സാരമായിട്ടുള്ള ചെറിയ എമൗണ്ടിൽ ഈ ലീഫി വെജിറ്റബിളിലും നമ്മുടെ ഉഴുന്ന്, ഉലുവ, കടല, ഇതിനകത്തൊക്കെ, നിലക്കടലയല്ല മറ്റേ കടല, ഇതിനകത്തൊക്കെയാണ് കുറച്ചെങ്കിലും ഉള്ളത്. അതേ സമയത്ത് നമ്മൾ കഴിക്കുന്ന എല്ലാ നട്ട്സും, എല്ലാ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന എല്ലാ ഓയിൽ, കുക്കിംഗ് ഓയിലും, വെജിറ്റബിൾ ഓയിൽസ്, ഇതിലൊക്കെ omega-6 ഒത്തിരി ഹൈയുമാണ്. സോ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ ബോഡിക്ക് omega-3-6 റേഷ്യോ 1:1 ആകേണ്ടതിന് പകരം ഇപ്പോൾ 1:40 ഒക്കെ, അതായത് omega-6 40 ടൈംസ് കൂടുതലാണ്. അത് ഈസി ആയിട്ട് വരും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മൾ കഴിക്കുന്ന ഈ ഇപ്പം ഫോർ എക്സാമ്പിൾ സൺഫ്ലവർ ഓയിലാണ് കുക്കിങ്ങിന് ഉപയോഗിക്കുന്നതിൽ, അതിനകത്ത് ഓൾമോസ്റ്റ് 60-70% omega-6 ആണ്, omega-3 ഇല്ല. അപ്പം നാച്ചുറലി അയാളുടെ ബോഡിയിലെ omega-3-6 റേഷ്യോ കൂടിപ്പോവും. ഈവൻ നമ്മൾ ബദാം കഴിച്ചു കഴിഞ്ഞാൽ ബദാമിനകത്ത് omega-3 ഇല്ല, omega-6 കൂടുതലാണ്. അതിനകത്ത് ഓൾമോസ്റ്റ് 40-60% ഫാറ്റാണ്, അതിൽ 40-60 അറൗണ്ട് 60% omega-6 ആണ്. അപ്പം നാച്ചുറലി അത് കഴിക്കുമ്പോൾ നമ്മുടെ ഈ പ്രൊപ്പോർഷൻസ് തെറ്റും. അതാണ് ഇന്നത്തെ ഈ ഇൻഫ്ലമേറ്ററി രോഗം. ഇതിപ്പം വാദം മാത്രമല്ല, ഈ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് ഡിസീസ് എല്ലാത്തിൻ്റെയും ഒരു മെയിൻ റീസൺ അതായിട്ടാണ് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ വാദത്തിൻ്റെ എങ്ങനെ എങ്ങനെയാണ് ഡയഗ്നോസിസ് എന്നുള്ളത്, രോഗം എന്താണെന്ന് തിരിച്ചറിയണമല്ലോ. അതിലെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒന്ന് നമുക്കറിയാം സിംറ്റംസ്. അപ്പം സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രോഗത്തിനാണേലും സൈൻസ് ഓഫ് ഇൻഫ്ലമേഷൻ എന്ന് പറയും. അതായത് ഇൻഫ്ലമേഷൻ, നീർക്കെട്ടിൻ്റെ, നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ അതിന് ചേർന്ന വാക്കെന്ന് പറഞ്ഞാൽ നീർക്കെട്ട്, ശരീരത്തിന് നീർക്കെട്ടെന്നാണല്ലോ പറയുന്നത്. അതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയും, ഇംഗ്ലീഷിലാണെങ്കിൽ ഇൻഫ്ലമേഷൻ. അതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് നമുക്ക്, അതായത് ഡിഫൻസ് ആക്ടിവിറ്റിയാണ്. എവിടെയെങ്കിലും നമുക്കറിയാം പനി വന്നാൽ, നമുക്കൊരു വൈറൽ ഇൻഫെക്ഷൻ വന്നാൽ, അല്ലെങ്കിൽ നമുക്ക് എന്താ വരുന്നത്, ഒന്ന് പനി വരും. പിന്നെ ഇപ്പം നമ്മൾ റുമാറ്റിക് ഫീവർ, അതൊരു വാതമാണല്ലോ. അപ്പം അതിനകത്ത് പനി വരും, വേദന ഉണ്ടാവും, പിന്നെ റെഡ്നെസ്, ചുമന്നു വരും, ജോയിൻസ് ഒക്കെ ചിലപ്പോൾ ചുമന്നു വരാം. നമ്മുടെ ഡാർക്ക് സ്കിന്നുള്ളവർക്ക് അത്രയും പ്രോമിനൻ്റ് ആവണമെന്ന് നിർബന്ധമില്ല, എന്നാലും ചുമപ്പ് വരും. പിന്നെ മുഴ പോലെ വരും, നീർക്കെട്ട്, അതായത് ജോയിൻ്റൊക്കെ തടിച്ചു വരും, അതിനകത്ത് നീറ് കെട്ടി നിന്നിട്ട്. പിന്നെ ക്ഷീണം വരും, ക്ഷീണം അല്ലെങ്കിൽ ജോയിൻ്റ് അനക്കാൻ പറ്റത്തില്ല, ജോയിൻറ്റിനാണ് വരുന്നെങ്കിൽ അതിന് പിന്നെ അനക്കാൻ പറ്റത്തില്ലെന്നാകും, വേദന കാരണം അതിന് ഫ്ലെക്സിബിലിറ്റി എല്ലാം പോകും. ഈ 5 ലക്ഷണങ്ങളാണ് ശരിക്കും പറഞ്ഞ് ഏത് രോഗത്തിനാണേലും വരിക. അപ്പോൾ അത് ഓരോ തരം രോഗത്തിനനുസരിച്ച് വ്യത്യാസം വരുമെന്ന് മാത്രം. ഇപ്പം ഈ റുമാറ്റിസം പോലെയുള്ള രോഗത്തിൻ്റെ മെയിൻ ലക്ഷണം എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഈ വേദനയും പനിയൊക്കെ എത്തുന്നതിന് മുമ്പാണെങ്കിൽ, ഇപ്പം ജോയിൻറ്റിലാണെങ്കിൽ എപ്പോഴും പെയിൻ ആയിരിക്കും മുമ്പിൽ നിൽക്കുന്നത്. ഇപ്പം ചിലപ്പം ചിലതിലാണ് നല്ല ഹൈ ഫീവർ വരും, ചിലതിന് ലോ ഗ്രേഡ് ഫീവർ ആയിരിക്കും, അത്രയും നമ്മൾ നോട്ട് ചെയ്യണമെന്നില്ല. പിന്നെ ബാക്കിയുള്ള ക്ഷീണവും പനി, അതായിരിക്കും ഏറ്റവും മെയിൻ. അതേസമയത്ത് മറ്റുള്ള എന്താ ജോയിൻസിനാണെങ്കിൽ വേദന വരും, അല്ലാത്തതിനൊക്കെ ആണെങ്കിൽ വേദന വരണമെന്ന് തന്നെ നിർബന്ധമില്ല. വേദന അത്രയ്ക്ക് പ്രോമിനൻ്റ് ആയിരിക്കില്ല, ക്ഷീണമായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ കണ്ണിനാണ് വന്നിരിക്കുന്നതും കണ്ണിന് വേദനയും കാഴ്ചയ്ക്ക് മങ്ങലായിരിക്കും വരുന്നതും. ഹാർട്ടിനാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വന്നു കഴിയുമ്പോൾ മാത്രമേ നമ്മൾ അറിയുള്ളൂ. അപ്പം അങ്ങനെ പോവും അതിൻ്റെ ലക്ഷണങ്ങൾ വരുന്നത്. പിന്നെ നമുക്ക് ടെസ്റ്റുകൾ വഴി എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെയും ഇത് ഇൻഫ്ലമേറ്ററി രോഗമാണല്ലോ. അപ്പം ഇൻഫ്ലമേഷൻ്റെ സയൻസാണ് നമ്മൾ ബ്ലഡിൽ നോക്കുന്നത്. ഇൻഫ്ലമേഷൻ്റെ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ഒരു അറ്റാക്ക് വന്നു, അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ. അപ്പോൾ ഒന്ന് CBC, നമ്മളുടെ ബ്ലഡ് കൗണ്ട്, WBC, RBC, ഇതിൻ്റെയൊക്കെ കൗണ്ട് നോക്കും. അപ്പം മിക്കവാറും WBC കൗണ്ട്, ലിംഫോസൈറ്റ്സ്, ന്യൂട്രോഫിൽസ്, ഇതൊക്കെ കൂടുതലായിരിക്കും. പിന്നെ ESR വേറൊരു ഇൻഫ്ലമേഷൻ്റെ ഇതാണ്, ESR കൂടുക.
പിന്നെ CRP, HSCRP, അത് സി റിയാക്റ്റീവ് പ്രോട്ടീൻ. ഇൻഫ്ലമേഷൻ വരുമ്പോൾ പ്രത്യേക ഒരുതരം പ്രോട്ടീൻ വരും, അതിനെയാണ് സി റിയാക്റ്റീവ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അതിൽ വേറൊരു സ്പെഷ്യൽ ഗ്രൂപ്പുണ്ട് HSCRP എന്ന് പറയുന്നത്. അത് കൂടുതൽ മോർ സെൻസിറ്റീവായിട്ട് നോക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ രക്തക്കൊഴലുകളെ ബാധിച്ചിട്ടുണ്ടോ എന്നറിയാൻ. അപ്പോൾ അത് കൂടുതലായിരിക്കും. പിന്നെ ഓരോ രോഗത്തിനും നമ്മൾ ഇങ്ങനത്തെ സ്പെസിഫിക് ആയിട്ട് നോക്കുന്നത് ഓട്ടോ ഇമ്മ്യൂൺ ആൻറ്റിബോഡീസ് എന്ന് പറയും. ഈ ഓട്ടോ ഇമ്മ്യൂൺ ആൻറ്റിബോഡീസിൽ വരുന്നത് നമ്മൾ ഇപ്പോൾ തൈറോയിഡിനൊക്കെ ആണെങ്കിൽ TPO, ATG അങ്ങനെയൊക്കെ പറഞ്ഞുണ്ട്. മസിലിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ളത് ചിലതുണ്ട്. ഇപ്പം മസിലിന് അങ്ങനത്തെ ഇതൊക്കെയാണല്ലോ വരുന്നത്. പിന്നെ റുമാറ്റിക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുന്ന ഈ റുമറ്റോയിഡ് ഫാക്ടർ, RA ഫാക്ടർ എന്ന് പറയും. അതുപോലെ തന്നെ CCP, അങ്ങനെ കുറേ ഇതുണ്ട് നോക്കുന്നത്. പിന്നെ ഇപ്പം നമുക്ക് ചിലതൊക്കെ ഫെമിലിയലായിട്ട് വരും. ഇപ്പം ഫെമിലിയലായിട്ടുണ്ടോ, നമുക്ക് കുടുംബത്തിൽ തന്നെ നമുക്കറിയാമല്ലേ റുമാറ്റിസം റൺ ചെയ്യും. അപ്പോൾ അതിനുള്ള ഒരു പ്രിഡിസ്പോസിഷൻ ഉണ്ടോ എന്നറിയാനായിട്ട് ഒരു HLA-B27 എന്ന് പറഞ്ഞൊരു അതൊരു ജനറ്റിക് ടെസ്റ്റ്, അതൊരു മ്യൂട്ടേഷൻ വന്നിട്ടുണ്ട്, നമ്മുടെ ജീൻസിൽ അതിൻ്റെ ഒരു മ്യൂട്ടേഷൻ ഉണ്ടോ എന്നറിയാനും നോക്കാറുണ്ട്. പിന്നെ ഉള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്റേയും MRI പോലെയുള്ള. അപ്പം ജോയിൻറ്റുകൾക്കാണെങ്കിൽ MRI നോക്കാം, എക്സ്റേ നോക്കാം ജോയിൻറ്റിൻ്റെ പ്രശ്നങ്ങൾ അറിയാനായിട്ട്. പിന്നെ അല്ലാത്തതിനാണെങ്കിലും ചിലതിനൊക്കെ ഇപ്പം നമ്മൾ ഹാർട്ടിനെ ബാധിച്ചിട്ടുണ്ടോ എന്നറിയാനുള്ള എക്കോ, അങ്ങനത്തെ പല കാര്യങ്ങളിലേക്കും പോകാം. അപ്പം ബേസിക്കലി ഇങ്ങനത്തെ പലതരം ടെസ്റ്റുകൾ പിന്നെ ഓരോ രോഗത്തിൻ്റെ അനുസരിച്ച് വേറെ രീതിയിലും കൂടെ നമുക്ക് നോക്കാമെന്നുള്ളത്. നെക്സ്റ്റ് നമ്മൾ ഈ ഇത്തരം രോഗങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്നുള്ളതാണ്. അപ്പം നമ്മൾ മോഡേൺ മെഡിസിൻ സ്റ്റാൻഡേർഡായിട്ട് പെയിൻ കില്ലേഴ്സാണ് ഫസ്റ്റ് ഇതായിട്ട്. പെയിനും പനിയുണ്ടെങ്കിൽ പനി മാറാനും. യൂഷ്വലി ഇതെല്ലാം ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയതുകൊണ്ട് മിക്കവാറും പെയിനും പെയിൻ കുറയ്ക്കുന്ന സാധനങ്ങളൊക്കെ പനിയും കുറച്ച് കുറയ്ക്കും. പിന്നെ ഓരോന്നിൻ്റെ ഓരോ സ്പെസിഫിക്, എല്ലാം ആൻറ്റി ഇൻഫ്ലമേറ്ററിയാണ്. ഓരോന്നും ഓരോ സ്പെസിഫിക്, ഇതിനൊക്കെ ഒരു കെമിക്കൽ ചെയിനാണ് നടക്കുന്നത്. അത് ഓരോ മരുന്നും എവിടെയാണെന്ന് വെച്ചാൽ ഈ ചെയിൻ റിയാക്ഷനിൽ ഏതെങ്കിലും ഒരു പോയിന്റിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് അതിൻ്റെ ഇഫക്റ്റും വ്യത്യാസം വരും, സൈഡ് ഇഫക്ട്സും വ്യത്യാസം വരും എന്നുള്ളതാണ്. യൂഷ്വലി ഇതെല്ലാം കോക്സ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലാണ്. സൈക്ലോ ഓക്സിജനേസ് ഇൻഹിബിറ്റേഴ്സാണ് ഈ പെയിൻ ഈ ആർത്രൈറ്റിസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് കൊടുക്കുക. അപ്പോൾ അതെല്ലാം ഈ omega-6 നിന്ന് ഉണ്ടാക്കുന്ന അതിൻ്റെ പാത്വേയിൽ വരുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇതാണ് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള മരുന്ന്. പക്ഷേ ഇതിൻ്റെ സൈഡ് ഇഫക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഏറ്റവും വലിയ സൈഡ് ഇഫക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് നമ്മുടെ ആസിഡിറ്റി കൂട്ടും. കാരണം ഒരിടത്ത് സപ്രസ് ചെയ്യുമ്പോൾ വേറൊരിടത്ത് ഇത് സ്റ്റിമുലേറ്റ് ആയിരിക്കും ചെയ്യുന്നത്. ഇതെല്ലാം ഒരുതരം റിസപ്റ്റേഴ്സിലാണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. അപ്പം ഇത് ജോയിൻറ്റിലെ റിസപ്റ്ററിൽ വർക്ക് ചെയ്ത് അവിടുത്തെ നീർക്കെട്ടും ഒക്കെ കുറയ്ക്കും. പക്ഷേ വയറിലെ അസിഡിറ്റിയുടെ കൂടുതൽ ആസിഡ് ഇതുണ്ടാക്കും. അപ്പോൾ നമുക്ക് അൾസറും ഇറോഷൻസും വരും. അപ്പം അതാണ് അതിൻ്റെ ഒരു മേജർ സൈഡ് ഇഫക്റ്റ്. ഇതുപോലെ തന്നെ ഇത് വേറൊരു രീതിയിലും കൂടെ പ്രോബ്ലം ഉണ്ടാക്കുന്ന എവിടെയാണ്, ഹാർട്ടിലും ലങ്സിലുമാണ്. അപ്പം ഇത് കഴിക്കുമ്പം നമുക്ക് ആസ്മയോ അല്ലെങ്കിൽ ലങ് പ്രോബ്ലം ഉള്ളവർക്ക് അത് കൂടാനുള്ള സാധ്യതയുണ്ട്. ഈ കോക്സ് ഇൻഹിബിറ്റേഴ്സ് ഏത് പെയിൻ കില്ലേഴ്സ് ആണെങ്കിലും, പ്രത്യേകിച്ച് ഈ നമ്മൾ ഇബുപ്രൂഫൻ എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ. ഇതുപോലെ തന്നെ നമ്മൾ ഈ സെലക്കോസിസ് അങ്ങനെ വേറെ കുറച്ച് ലോങ് ആക്ടിങ് ആയിട്ടുള്ള പലതരം ഈ കോക്സ് ഇൻഹിബിറ്റേഴ്സും വന്നിട്ട് അതൊക്കെ വിത്ഡ്രോ ചെയ്യേണ്ടി വന്നു പലപ്പോഴും. അതെന്താണെന്ന് വെച്ചാൽ ലോങ് ടൈം എടുക്കുമ്പോൾ അവർക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കാനുള്ള ചാൻസ് കൂടുന്നു എന്നുള്ളതുകൊണ്ട്. അപ്പം ഒരിടത്ത് ഗുണം ചെയ്യും, പക്ഷെ വേറൊരിടത്ത് അത് നേരെ ഓപ്പോസിറ്റ് റിയാക്ഷൻ നിന്ന് ദോഷം ഉണ്ടാക്കാം. ജോയിൻറ്റിന് വേദനയും ഇതുമൊക്കെ കുറയ്ക്കുമായിരിക്കും, പക്ഷേ ആസ്മയും വരുത്താം, അല്ലെങ്കിൽ ശ്വാസം തടസ്സം വരാം, അതുപോലെ ഹാർട്ട് അറ്റാക്ക് വരുന്നത്. ഇതാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രോബ്ലം വരുന്നത്. പിന്നെ ഉള്ളത് അതിൽ നമ്മൾ ഈ നോൺ സ്റ്റിറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി എന്ന് പറയുന്നതാണ് ഈ കോക്സ് ഇൻഹിബിറ്റേഴ്സ്. അതാണ് ബ്രൂഫിന്, സിലിക്കോസിസ് എന്നൊക്കെ പറയുന്നത്. പിന്നെ സ്റ്റിറോയിഡ് വിഭാഗത്തിൽപ്പെട്ട മരുന്നുകളുണ്ട്. അത് പ്രെഡ്നിസോളോൺ, സോ മെനി മരുന്നുകളുണ്ട് സ്റ്റിറോയിഡ് വിഭാഗത്തിൽപ്പെട്ടത്. അതിൽ തന്നെ ലോങ് ആക്ടിങ്, വേറെ രീതിയിൽ ആക്ട് ചെയ്യുന്ന, അങ്ങനെ പലതും ഉണ്ട്. പിന്നെ ഇപ്പം നമ്മൾ വേറൊരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസീസ് മോഡിഫൈങ് ആൻറ്റി റുമാറ്റിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ DMARDs. അതാണ് ഇപ്പോൾ ഒരു മേജറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ്. അതിലൊരെണ്ണം ഒരു മെത്തോട്രെക്സേറ്റ്, അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത് കാണാറുള്ളത്. അത് ശരിക്കും ഒരു ആൻറ്റി ക്യാൻസർ മെഡിസിനാണ്, ആൻറ്റി മെറ്റബോളൈറ്റാണ്. അതായത് നമ്മുടെ മെറ്റബോളിസത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ് ഈ മരുന്നുകളെല്ലാം ചെയ്യുന്നത്. അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. മരുന്നുകളൊക്കെ നമുക്കൊരു ഗുണം ചെയ്തു കഴിഞ്ഞാൽ നമ്മളതെല്ലാം സിംറ്റമാറ്റിക്കാണ്.
മറ്റേത് നമ്മളിപ്പോൾ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ എടുക്കുന്നത് നമ്മൾ ബാക്ടീരിയ കൊല്ലാനും വൈറസിന് ആൻറ്റിവൈറലാണ്, വൈറസിനെ കൊല്ലാനും കഴിക്കും. ബാക്കിയുള്ള മരുന്നുകളെല്ലാം നമുക്ക് സിംറ്റമാറ്റിക് ആണ്. അപ്പോൾ സിംറ്റംസ് കുറയ്ക്കുന്നത് നമ്മുടെ മെറ്റബോളിസത്തെ ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ക്യാൻസർ മെഡിസിൻസ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതാണ് ഈ മെത്തോട്രെക്സേറ്റ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യാം. പ്രത്യേകിച്ച് ഇപ്പം ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, സോറിയാറ്റിക് ആർത്രൈറ്റിസിനൊക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് മെത്തോട്രെക്സേറ്റ്. പക്ഷെ ഇതൊക്കെ ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ ബോൺ മാരോയിൽ നമ്മളുടെ വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ടാക്കുന്നതിനെ തന്നെ അത് ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം ബോൺ മാരോ ഡിപ്രഷൻ വരാം. അതായത് നമ്മളുടെ ബ്ലഡ് സെൽസിൻ്റെ കൗണ്ട് കുറഞ്ഞു പോയി നമുക്ക് ഇൻഫെക്ഷനൊക്കെ വന്ന് മരിക്കാനുള്ളൊരു സാധ്യത വരിക. പിന്നെ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് വരുന്നത് മറ്റ് ലങ്സിനെ നെഗറ്റീവായിട്ട് ബാധിക്കാം, ലിവറിന് പ്രോബ്ലം വരുത്താം, അങ്ങനെ മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ഇതിനെല്ലാം വരാം. പിന്നെ ഒരു സൾഫാസെലസിൻ, ഹൈഡ്രോക്സിക്വിനോൺ, ഗോൾഡ് സോൾസ്, അങ്ങനെ പല സാധനം. ഗോൾഡ് സോൾസ് ഇപ്പം അങ്ങനെ ഉപയോഗിക്കുന്നില്ല, വേറെ കുറേ സാധനങ്ങളുണ്ട്. നെക്സ്റ്റ് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് TNF ഇൻഹിബിറ്റേഴ്സ് ആണ്. അതായത് ട്യൂമർ നെക്രോസിസ് ഫാക്ടർ ഇൻഹിബിറ്റേഴ്സ്. ട്യൂമർ നെക്രോസിസ് എന്ന് പറഞ്ഞാൽ, ട്യൂമർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മുഴ, ക്യാൻസർ പോലെയുള്ള മുഴകൾ വരുന്നതിനെ നശിപ്പിക്കാനുള്ള ഫാക്ടേഴ്സിനെ ഇൻഹിബിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അത് വരുന്നത്. അതെല്ലാം മോണോക്ലോണൽ ആൻറ്റിബോഡി വിഭാഗത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് അതിൻ്റെ എല്ലാം തന്നെ മിക്കവാറും പലതിൻ്റെയും പേരിൽ മാബ് എന്നായിരിക്കും. സെർട്ടോലി സുമാബ്, അഡാലിമുമാബ്, അങ്ങനെ പലതുണ്ട്. പിന്നെ അല്ലാത്ത എറ്റാനസെപ്റ്റ്, അതൊക്കെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നതാണ്. അപ്പം ഇതൊക്കെ ഈ ബയോളജിക്കൽസ് എന്നുള്ള വിഭാഗത്തിലും കൂടെയാണ്. അപാറ്റസെപ്റ്റ്, അങ്ങനെ കുറേ ഉണ്ട്. അനാർക്കിൻഡ്ര, അപ്രിമിലാസ്റ്റ്, ഇങ്ങനെ കുറേ ഗ്രൂപ്പുകൾ ഈ ബയോളജിക്കൽസ് എന്ന് പറഞ്ഞതും വരുന്നുണ്ട്. ഇതെല്ലാം ബേസിക്കലി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ഡിഫറെൻറ്റ് ലെവൽസിൽ ബ്ലോക്ക് ചെയ്യുകയാണ്. എനിക്കൊന്ന് എവറി മന്ത് എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ പുതിയ ഇത്തരം മാപ്സ് വരുന്നുണ്ട്. ഇത് രണ്ടിനും ഉപയോഗിക്കും. ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആയിട്ടുള്ള ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, അതുപോലെ തന്നെ ക്യാൻസർ, പലതരം ക്യാൻസറിന്, ബ്രസ്റ്റ് ക്യാൻസറിന്, കിഡ്നി ക്യാൻസറിന്, എല്ലാത്തിനും ഇങ്ങനത്തെ മാപ്പുകളും ഉപയോഗിക്കും. ഇതിൻ്റെ എല്ലാം പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ലേറ്റസ്റ്റ് സാധനം മരുന്നുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മിക്കവാറും ഇതെല്ലാം വെരി കോസ്റ്റ്ലി ആയിരിക്കും. ഇപ്പോൾ ചില ഇഞ്ചെക്ഷൻസൊക്കെ ചിലപ്പം 1-2 ലക്ഷം രൂപ വിലയുള്ളത് വരെയുണ്ട്. അതൊരു 10,000 മുതൽ 2 lakhs വരെയുള്ള ഇഞ്ചെക്ഷൻസ് ഉണ്ടാകും. അതിൻ്റെ പേറ്റൻറ്റ് കാലാവധി കഴിയുമ്പോഴേക്കും കുറച്ചും കൂടെ വില കുറഞ്ഞു വരും. അപ്പോൾ ഇപ്പം 10-20 years ഒക്കെ ആയി പേറ്റൻറ്റ് കാലാവധി കഴിഞ്ഞ ചില മരുന്നുകളുണ്ട്. അത് കമ്പാരിറ്റീവ്ലി 10 to 20,000 കിട്ടും. ബാക്കിയുള്ളതിനൊക്കെ വെരി കോസ്റ്റ്ലി ആയിരിക്കും. അപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷത്തെ ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ വെരി ഹൈ ആയിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രോബ്ലം. പിന്നെ ഡെഫിനറ്റ്ലി സൈഡ് എഫക്ട്സും ധാരാളം ഉണ്ട്. കൂടുതൽ എടുത്തു കഴിയുമ്പോഴേക്ക് അതിൻ്റെ സൈഡ് എഫക്ട്സും കൂടി വരും. അപ്പം പലതിനും ഉണ്ട്. ഇപ്പം ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണല്ലോ, നമ്മളിപ്പോൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന് എടുക്കുകയാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഈ മറ്റുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് കയറി വരാം, ലൈക്ക് തൈറോയിഡൈറ്റിസ് കയറി വരാം. അപ്പം അതുപോലെ തന്നെ ക്യാൻസർ വരാം. അതാണ് ഇപ്പോൾ ഇതെല്ലാം ട്യൂമർ നെക്രോസിസ് ഫാക്ടർ ഇൻഹിബിറ്റേഴ്സ്, അതായത് ക്യാൻസർ സെല്ലിനെ നശിപ്പിക്കുന്ന സെല്ലിനെ നശിപ്പിക്കാനുള്ള ആ പ്രോസസ്സിനെ ഇൻഹിബിറ്റ് ചെയ്യുകയാണ്. അപ്പം നാച്ചുറലി ക്യാൻസർ പോസിബിലിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് നമ്മൾ അറിഞ്ഞു വെക്കേണ്ട കാര്യങ്ങൾ. അപ്പം ബേസിക്കലി നമ്മൾ ഇത്രയും പറഞ്ഞെന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ആർത്രൈറ്റിസ് എന്ന് പറയുമ്പം അല്ലെങ്കിൽ റുമാറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബോഡി തന്നെ നമുക്ക് അഗെയിൻസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഈ വർക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ മരുന്നുകളെല്ലാം നമ്മുടെ ഇമ്മ്യൂണോസപ്രസൻസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം മരുന്ന് ലോങ് ടൈം, ഷോർട്ട് ടൈം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതൊന്നും വലിയ പ്രോബ്ലം ഉണ്ടാക്കില്ല. ലോങ് ടൈം ഉപയോഗിക്കുമ്പോഴാണ് ഇതിനെല്ലാം പ്രോബ്ലം വരുന്നത്. ഇപ്പം ഈ മരുന്നിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താ മരുന്ന് ഉപയോഗിച്ചാലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ആമവാദമാണല്ലോ. അപ്പോൾ ആമവാദത്തിൽ നമ്മൾ ഈ ജോയിൻ്റൊക്കെ ഫിക്സ് ആയി പോകും, ഷേപ്പൊക്കെ തെറ്റി വളഞ്ഞ് ഇങ്ങനെയൊക്കെ ആയി പോകും. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സാധാരണ ഇപ്പോൾ ചിലർ മരുന്ന് എടുക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ, മരുന്നിന് സൈഡ് എഫക്റ്റ് ഉണ്ട്, ശരിയാണ്. മരുന്ന് എടുക്കാതെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പറ്റുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജോയിൻ്റൊക്കെ ഇതായിപ്പോവും. അപ്പം ഞാൻ ഈ എല്ലാവരെയും മരുന്ന് എടുക്കുന്നവരെയും എടുക്കാത്തവരെയും കാണാറുണ്ട്. ഇപ്പോൾ ചിലരൊക്കെ 5-6 വർഷങ്ങളായിട്ട് മരുന്ന്, 10-15 വർഷമായിട്ട് ഈ മെത്തോട്രെക്സേറ്റും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും. നല്ല ഡിഫറെൻറ്റ് മരുന്ന് മാറ്റി എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം ആദ്യമൊക്കെ എനിക്ക് റിലീഫ് ഉണ്ടായിരുന്നു. പിന്നെ കൂടുതൽ മരുന്ന്, പിന്നെ അവസാനം മാബ്സിലേക്കൊക്കെ ലേറ്റസ്റ്റ് നമ്മുടെ ഡിസീസ് മോഡിഫയിങ് ഏജൻസിൽ തന്നെ ഈ മോണോക്ലോണൽ ആൻറ്റിബോഡീസിലേക്ക് വരെ എത്തിയിട്ടും സിംറ്റംസ് കുറേ മാറാത്തിരിക്കുന്നവരും ആയിരിക്കും.
അപ്പം ഇതെല്ലാം സൈഡ് എഫക്ട്സ് അതിൻ്റെ കൂടുതൽ ഇങ്ങനെ ഓരോന്നായിട്ട് കൂടുതൽ വന്നുകൊണ്ടിരിക്കും. പെസ്റ്റുകളോടൊക്കെ കൂടുതൽ നാളെടുക്കുമ്പോഴേക്കും ഡയബറ്റീസ് വരും, ഹൈപ്പർ ടെൻഷൻ വരും, അങ്ങനെ ഓരോന്നായിട്ട് ആഡ് ചെയ്തുകൊണ്ട് അസുഖങ്ങൾ വരിക്കും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മളുടെ ഇതെല്ലാം ജീവിതശൈലി രോഗങ്ങളിലാണ് വരുന്നത്. ഇതിൻ്റെ എല്ലാം കാരണം ഇമ്മ്യൂണിറ്റിയിലെ ഡീറെയിൽമെൻ്റ് ആണ്, ഇൻഫ്ലമേഷൻ കൂടുതലാണ്. അപ്പം നമ്മൾ അതിന് കഴിക്കുന്ന മരുന്നുകൾ എന്താ? omega-6 ബ്ലോക്ക് ചെയ്യാനുള്ള സാധനങ്ങളാണ് നമ്മൾ മരുന്നായിട്ട് കഴിക്കുന്നത്. omega-6 ബ്ലോക്ക് ചെയ്യാനുള്ള കെമിക്കൽസാണ് നമ്മുടെ എല്ലാത്തിൻ്റെ മരുന്നുകളും തന്നെ. അപ്പം നമുക്ക് ചെയ്യാവുന്ന എന്താ? ഈ omega-6 നമ്മുടെ ഫുഡിൽ നിന്ന് കുറയ്ക്കുക, ഫസ്റ്റിംഗ് ആയിട്ട് ചെയ്യാം. അത് വളരെ ഈസി ആയിട്ട് ചെയ്യാം. നമ്മൾ ഈ omega-6 കൂടുതലുള്ള നട്ട്സ്, വെജിറ്റബിൾ ഓയിൽസ് ഒക്കെ ഒഴിവാക്കുക. ആകെ നമുക്ക് സാധാരണ അവൈലബിൾ ആയിട്ടുള്ള കുക്കിംഗ് ഓയിലിൽ omega-6 ഇല്ലാത്തത് നമ്മളുടെ കോക്കനട്ട് ഓയിലാണ്. പക്ഷേ നമുക്ക് ഓവർ വെയിറ്റ് ഒക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ കോക്കനട്ടും തേങ്ങയും വെളിച്ചെണ്ണ ഉപയോഗിക്കാമെന്ന് വയ്ക്കരുത്. ഏറ്റവും മിനിമം ആയിട്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കുക ഇങ്ങനെയുള്ള രോഗികൾ. omega-6 കൂടുതലുള്ള മറ്റുള്ള എല്ലാ കുക്കിംഗ് ഓയിലും, സൺഫ്ലവർ ഓയിൽ, തവിടെണ്ണ, എള്ളെണ്ണ എല്ലാത്തിലും omega-6 കൂടുതലാണ്. മിനിമം ഒരു 1:30% മുകളിലായിരിക്കും omega-6. അപ്പോൾ ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രപ്പോർഷൻ തെറ്റുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഒന്നാമതായിട്ട് ചെയ്യേണ്ടിയിരിക്കുന്നത്. അപ്പോൾ അത് ചെയ്താൽ നമുക്ക് പിന്നെ ഈ മരുന്നുകളുടെ തന്നെ ഉപയോഗം കുറയ്ക്കാൻ പറ്റും. പിന്നെ ഒട്ടും മരുന്നെടുക്കാതെ ഫിക്സിറ്റിയിലേക്ക് പോകാതെ, ജോയിൻ്റ് ഫിക്സായി പോകാതെ നോക്കുക. പിന്നെ അതുകൊണ്ട് മാത്രം പ്രശ്നങ്ങൾ തീർന്നെന്നിരിക്കണമെന്ന് നിർബന്ധമില്ല. പിന്നെ അവരുടെ ഭക്ഷണത്തിൽ ചില സാധനങ്ങൾ അവർക്ക് പറ്റാത്തതുണ്ടാവും. അതെന്താണെന്ന് കണ്ടുപിടിച്ച് അതിനെ ഒഴിവാക്കാനും നോക്കണം. അപ്പോൾ ഈ ലോങ് ടൈം ഇപ്പം നമ്മളൊരു RA ഫാക്ടർ കൂടുതൽ, അല്ലെങ്കിൽ ലൂപ്പസ് സിസ്റ്റം SLE ആണ്, അല്ല അതുപോലെയുള്ള സ്ക്ലിറോഡെർമ, അങ്ങനത്തെ ഈ റുമാറ്റിസം ഡിസീസസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, ഈ റുമാറ്റിസം എന്ന് പറയുന്നത് ഏത് ഓർഗനെ പോലും ബാധിക്കാമെന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഈവൻ മറ്റേ നമുക്ക് സെക്സ് ഓർഗൻസിനെ, പ്രത്യേകിച്ച് മെയിൽ സെക്സ് ഓർഗൻ പെനിസിനെ പോലും ഇത് ബാധിക്കുക. അതിനൊരു പേരുണ്ട്, പെറിനീസ് ഡിസീസോ സംതിങ് ലൈക്ക് ദാറ്റ്. വല്ലാത്ത പേരുകൾ, അതെല്ലാം സൈബർമാരുടെ പേരായതുകൊണ്ട് കൃത്യമായിട്ട് ഓർക്കാൻ പറ്റില്ല. അപ്പോൾ അത് വളഞ്ഞു പോവുക, അപ്പം സെക്ഷൽ ഡിസ്ഫങ്ഷൻ മാത്രമല്ല, വെറുതെ ഇരിക്കുമ്പോൾ പോലും പെയിൻ വരിക. അതും അത്ര റെയർ ഡിസീസ് അല്ല. പിന്നെ വലിയ സിംറ്റംസിലേക്ക് പോകുന്നതൊക്കെ കുറച്ച് കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. 1 in 10 മെന്നിൽ ഒരു 40-50 വയസ്സൊക്കെ ആകുമ്പോഴേക്കും വരാമെന്നാണ് ഇതാണ് എൻ്റെ കണക്ക്. അപ്പം അങ്ങനെ പോലുമുള്ള രോഗങ്ങളുണ്ടെന്നുള്ളതാണ്. അപ്പം ഇതൊക്കെ നമ്മൾ കൂടിക്കഴിയുമ്പോഴേക്കാണ് ഡിഫോമിറ്റി, ഇപ്പം ജോയിൻറ്റിന് വരുന്നത് പോലെയുള്ള ഡിഫോമിറ്റി ഇങ്ങനെ പാർട്സിലും വരാമെന്നുള്ളതാണ്. അപ്പം അത് നമ്മൾ തുടക്കത്തിലാണെങ്കിൽ നമുക്ക് അതിലൊന്നും നമ്മൾ പെയിൻ കില്ലേഴ്സ് ഒന്നും എടുത്തിട്ടും വലിയ കാര്യമില്ല. ജോയിൻറ്റിന് നമ്മൾ ഈ ഡിസീസ് മോഡിഫൈങ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് കാര്യം. മറ്റതിൽ എങ്ങനെയാണ് ബെനിഫിറ്റ് വരുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ബേസിക്കലി നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഫുഡും ഡയറ്റും അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും ലോങ് ടൈമിൽ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പോലും കുറച്ചുകൊണ്ടൊന്ന് നിർത്താൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം, ഈ മരുന്നുകൾ നമുക്ക് പറ്റാത്ത ഫുഡ് ഒഴിവാക്കുക, ഈ omega-3-6 ബാലൻസ് കറക്റ്റ് ചെയ്ത് പോവുക, ന്യൂട്രീഷണൽ ഇംബാലൻസ് വരുന്നില്ല എന്ന് ഉറപ്പാക്കുക. അതാണ്. അപ്പം നമ്മൾ ഈ പല ഫുഡും റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടി വരുമ്പം നമുക്ക് ന്യൂട്രീഷൻ എല്ലാം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്നും കൂടെ ഉറപ്പാക്കണം. അപ്പോൾ അതിന് നമ്മൾ ബേസിക്കലി ഇപ്പം സ്വയം തന്നെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ഇപ്പം നമുക്ക് തുടക്കത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് സ്വയം തന്നെ മാനേജ് ചെയ്യാൻ പറ്റിയെന്നിരിക്കും. ഏതാണെന്ന് കണ്ടുപിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രൈ ചെയ്ത് കണ്ടുപിടിച്ച് ചെയ്യുക. പിന്നെ നമ്മൾ ബോഡിയെ കറക്റ്റ് ചെയ്യുക. നമുക്ക് ഓവർ വെയിറ്റ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക. കാരണം ഈ കൊഴുപ്പ്, ഓവർ വെയിറ്റ് ഉണ്ടെങ്കിൽ ആ കൊഴുപ്പിനകത്ത്, നമ്മുടെ ബോഡിയിൽ അടിഞ്ഞിരിക്കുന്ന കൊഴുപ്പിനകത്ത് മിക്കവാറും omega-6 ഒക്കെ കൂടുതലുണ്ടാകും. അത് നമ്മൾ എക്സസൈസ് ചെയ്തും ലോ കാലറി ഡയറ്റ് എടുത്ത് ബേൺ ഔട്ട് ചെയ്ത് തന്നെ പറ്റുള്ളൂ. പിന്നെ വേറൊരു കാര്യം കൂടെ, ടോക്സിൻസ് ഉള്ള ഫുഡ്. ടോക്സിൻസ് ഉള്ള ഫുഡെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഫുഡിലെല്ലാം തന്നെ ടോക്സിനാണ് അല്ലേ. ബേസിക്കലി കളറും പ്രിസർവേറ്റീവ്സും ഇല്ലാത്ത ഫുഡ് വളരെ കുറവാണ്. ഈവൻ നമ്മളൊരു ഫ്രൂട്ട് മേടിച്ച് കഴിക്കാമെന്ന് വെച്ചാൽ അത് തന്നെ വിഷമായിട്ടതായിരിക്കും. ഫിഷ് മേടിച്ചാലും അതായിരിക്കും. അപ്പം നമ്മൾ അതിൽ ഏറ്റവും ഭക്ഷണത്തിൻ്റെ അളവ് ഏറ്റവും കുറയ്ക്കുക, ഏറ്റവും സെൻസിറ്റീവായിട്ട് ഭക്ഷണം സെലക്ട് ചെയ്യുക, അതിലേറ്റവും വിഷം കുറഞ്ഞതാണെന്ന് നോക്കുക. ഈവൻ നമ്മളൊരു ബ്രെഡ് എടുക്കുകയാണെങ്കിൽ തന്നെ അതിനകത്ത് നമ്മൾ അതിൻ്റെ ലിസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ അറിയാം, ഒരു 8-9 ഫുഡ് അഡിക്റ്റീവ്സ് ഉണ്ടാവും. ഫംഗസ് പിടിക്കാതിരിക്കാനായിട്ട്, ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട്, സോ മെനി.
ഇതെല്ലാം നമ്മുടെ ബോഡിയെ സംബന്ധിച്ചിടത്തോളം ടോക്സിനാണ്. വെള്ളത്തിൻ്റെയും വായിൽ കൂടി വരുന്ന വെള്ളത്തിന് നമുക്ക് വലിയ കൺട്രോളൊന്നുമില്ല. കോർപ്പറേഷൻ വെള്ളം, പൈപ്പ് വെള്ളം എടുക്കുമ്പം, പ്രത്യേകിച്ച് സിറ്റിയിലൊക്കെ ആണെങ്കിൽ, നമ്മുടെ കൊച്ചിയിലാണെങ്കിൽ പെരിയാറ്റിൽ കൂടെ വരുന്ന വെള്ളത്തിൽ എന്തെല്ലാം വിഷം വരുന്നുണ്ട്, എത്ര ഫാക്ടറിയിൽ നിന്നുള്ള വേസ്റ്റ് അതിലേക്ക് വരുന്നുണ്ട്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ അതുകൂടാതെ അതിന് മുകളിൽ നിന്നുള്ള ആൾക്കാർ കഴിക്കുന്ന മരുന്നുകളെല്ലാം, നമ്മളീ കഴിക്കുന്ന മരുന്നെല്ലാം ഫൈനലി നമ്മുടെ യൂറിനിൽ കൂടെ വന്ന് വെള്ളത്തിലേക്കാണ് വരുന്നത്. അപ്പം മുകളിൽ ഹില്ലി ഏരിയയിലും അതിന് മുകളിലേക്കുള്ള, ഇപ്പം കൊച്ചിയിലെ വെള്ളമൊക്കെ വരുന്നതാണെങ്കിൽ ആലുവയിൽ നിന്നാണ്. ആലുവയ്ക്ക് മുകളിലുള്ള എല്ലാ ഫാക്ടറികളിലും എല്ലാവരും കഴിച്ച മരുന്നുകളും ഇതിനകത്തുണ്ടാവും. അപ്പം അതെല്ലാം ഒരു സൈഡിൽ, അതിലൊന്നും നമുക്ക് വലിയ കൺട്രോളൊന്നും ചെയ്യാൻ പറ്റില്ല. ആകെ ചെയ്യാവുന്ന മരുന്നുകൾ കുറച്ച് കഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും എന്നുള്ള ഇത് ചെയ്യാം. അപ്പം മരുന്നുകളുടെ ഉപയോഗം കുറയ്ക്കുക. കോസ്മെറ്റിക്സ്, വേറൊരു പ്രോബ്ലം ഉണ്ടാക്കുന്നത് കോസ്മെറ്റിക്സാണ്. ഈ കോസ്മെറ്റിക്സും ഫൈനലി നമ്മുടെ വെള്ളത്തിലേക്ക് തന്നെ എത്തും. നമ്മുടെ മേത്ത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കയറി നമ്മുടെ ബ്ലഡിലേക്ക് പോകും, അതൊരു സൈഡ്. അതുകൂടാതെ ഇത് നമ്മുടെ വെള്ളത്തിലേക്ക് ഫൈനലി എത്തും, അല്ലെങ്കിൽ എയറിലേക്ക്, ഇതൊക്കെ ആയിട്ട് പോകും. അപ്പം ഇതെല്ലാം എവിടെയെങ്കിലുമൊക്കെ വന്ന് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരുമെന്ന് മനസ്സിലാക്കി ഇതിൻ്റെയൊക്കെ ഉപയോഗം കുറയ്ക്കുക. പിന്നെ ഫുഡ് തന്നെ നമുക്ക് അത്യാവശ്യത്തിനാക്കുക. കാരണം കൂടുതൽ കഴിക്കുന്നതനുസരിച്ച് വിഷമായിരിക്കും കൂടുതൽ അബ്സോർബ് ചെയ്യുന്നത്. പിന്നെ കൂടുതൽ അബ്സോർബ് ചെയ്താൽ വണ്ണം വയ്ക്കും, വീണ്ടും ഇമ്മ്യൂൺ സിസ്റ്റം തെറ്റും. അപ്പം ഇതാണ് നമുക്കൊരു ബേസിക്കലി സൊല്യൂഷനായിട്ട് നമുക്കൊരു പരിഹാരം. ഇതാണ് എന്താണെന്ന്, നമ്മുടെ ബോഡിക്ക് പറ്റിയ ഫുഡ് എന്താണെന്ന് കണ്ടുപിടിച്ച് ഏറ്റവും വിഷാംശം കുറഞ്ഞത് കഴിക്കുക. പിന്നെ ഈ വൈറസ് ഇൻഫെക്ഷനും ബാക്ടീരിയ ഇൻഫെക്ഷനും ഒക്കെ വന്നത് ട്രിഗർ ചെയ്യുന്നത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വീക്കാവുന്നതുകൊണ്ടാണ്. വീക്കാകാൻ കാരണം ഇങ്ങനത്തെ ടോക്സിൻസ് കൂടുന്നതുകൊണ്ടും, അല്ലെങ്കിൽ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി. അപ്പം നമ്മൾ നോക്കേണ്ടത് ന്യൂട്രീഷൻ്റെ ഉള്ള ഫുഡ് നോക്കി കഴിക്കുക എന്നുള്ളതാണ്. ന്യൂട്രീഷൻ ഏറ്റവും കൂടുതലുള്ള ഇലക്കറികളിലൊക്കെയാണ്, പച്ചക്കറികൾ, ഇലക്കറികളൊക്കെയാണ്. പക്ഷെ അതൊക്കെ എല്ലാവർക്കും കഴിക്കാൻ തീരെ മടിയുള്ളതാണ്. പിന്നെ അതാണെങ്കിലും ഓവർ കഴിക്കുന്നതനുസരിച്ച് നമ്മൾ ഏറ്റവും മിനിമം ക്വാണ്ടിറ്റിയിൽ നമ്മളുടെ ബോഡി ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് നമ്മളിതിൽ ചെയ്യേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ, ഒന്ന്, റുമാറ്റിസം ഓർ വാദം എന്നത് ഒരു കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡർ, അതായത് ശരീരകോശങ്ങളെ ഒന്നിച്ചു നിർത്തുന്ന ടിഷ്യൂവിനെ ശരീരത്തിൻ്റെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റം നശിപ്പിക്കാൻ ശ്രമിക്കുന്ന അവസ്ഥയാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ സമതുലിതാവസ്ഥ വീണ്ടെടുക്കാനും നിലനിർത്താനും കഴിഞ്ഞാൽ മാത്രമേ ഈ രോഗാവസ്ഥയിൽ നിന്നും മുക്തി നേടാനാവൂ. 2, സ്വന്തം ശരീരകോശങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവ് ഇമ്മ്യൂൺ സിസ്റ്റത്തിന് നഷ്ടപ്പെടുന്നതിനാൽ അവ സ്വന്തം ശരീരകോശങ്ങളെ ശത്രുവോ ആരോഗ്യമില്ലാത്തവയോ ആണെന്നും അവ നശിപ്പിക്കപ്പെടേണ്ടവയാണെന്ന് എന്നും കരുതി നശിപ്പിക്കുവാൻ തുടങ്ങും. 3, ഏത് ഭാഗത്തെ ഏത് തരം കോശങ്ങളെയാണ് നശിപ്പിക്കുന്നത് എന്നതനുസരിച്ച് രോഗലക്ഷണങ്ങൾ വ്യത്യസ്തമായിരിക്കും. ക്ഷീണം, തളർച്ച, നേരിയ പനി, ശരീരവേദന, സന്ധികളിൽ വേദന, ചർമ്മത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ചുവന്ന നിറം, ചൊറിഞ്ഞു പൊട്ടുക തുടങ്ങിയവയാണ് തുടക്കത്തിലേ കാണുന്ന രോഗലക്ഷണങ്ങൾ. രോഗം കൂടി വരുന്നതനുസരിച്ച് ലക്ഷണങ്ങളും കൂടി വരും. വാതരോഗങ്ങളുടെ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന മരുന്നുകൾ ഇമ്മ്യൂണിറ്റിയെ മരവിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വേദന സംഹാരികൾ, സ്റ്റിറോയിഡ് മരുന്നുകൾ, ക്യാൻസർ ചികിത്സയിൽ ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ, അവയവം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഉപയോഗിക്കുന്ന ശക്തി കൂടിയ ഇമ്മ്യൂണിറ്റിയെ മരവിപ്പിക്കുന്ന മരുന്നുകൾ തുടങ്ങിയവയൊക്കെ വേദനകളും അസ്വസ്ഥതകളും കുറയ്ക്കാനായി ഉപയോഗിക്കേണ്ടി വരാം. 5, വാതരോഗങ്ങൾ ഉള്ളവർക്ക് മറ്റു രോഗങ്ങൾ വരാനുള്ള സാധ്യതയും ക്യാൻസർ വരാനുള്ള സാധ്യതയും കൂടുതലാണ് എന്നതാണ് മറ്റൊരു കാര്യം. 6, ഇമ്മ്യൂണിറ്റിയിൽ പരസ്പരം മത്സരിക്കുന്ന 2 വിഭാഗങ്ങളാണുള്ളത്. 1, പ്രതിരോധം അഥവാ ഇൻഫ്ലമേഷൻ. 2, ഹീലിംഗ് അഥവാ ആൻറ്റി ഇൻഫ്ലമേഷൻ. ഇൻഫ്ലമേഷനെ നിയന്ത്രിക്കുന്നത് omega-6 വിഭാഗത്തിൽപ്പെട്ട കൊഴുപ്പും ഹീലിങ്ങിനെ നിയന്ത്രിക്കുന്നത് omega-3 വിഭാഗത്തിൽപ്പെട്ട കൊഴുപ്പുമാണ്. omega-3യും 6ഉം 1:1 എന്ന അനുപാതത്തിലായിരിക്കുമ്പോഴാണ് ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉത്തമമായി പ്രവർത്തിക്കാനാകുന്നത്. 7, ഇന്നത്തെ ഭക്ഷണക്രമത്തിൽ omega-6 വളരെയധികവും omega-3 തീരെ കുറവുമാണ്. വായുമലിനീകരണം, ജലമലിനീകരണം, ഭക്ഷണത്തിലും കോസ്മെറ്റിക്സിലും അടങ്ങിയ കെമിക്കലുകൾ,
മരുന്നുകളുടെ അമിത ഉപയോഗം തുടങ്ങിയവയാണ് ഇമ്മ്യൂണിറ്റിയിൽ താളം തെറ്റലിനും ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾക്കും കാരണം. 8. അടുത്തതായി ഇത്തരം രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് ചെയ്യാനാകും എന്നതാണ്. ഓട്ടോ ഇമ്മ്യൂൺ വിഭാഗത്തിൽപ്പെട്ട ഈ വാതരോഗങ്ങൾ ഏതാണെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് ചെയ്യേണ്ടത്? 1. വായു, വെള്ളം, ഭക്ഷണം, ലേപനങ്ങൾ തുടങ്ങിയവയിലൂടെ ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയ്ക്കാനും ശരീരത്തിൽ അടിഞ്ഞ അമിത കൊഴുപ്പും വിഷാംശവും മാറ്റാനും കഴിയണം. 2. ശരീരത്തിന് ചേരാത്ത ഭക്ഷ്യവിഭവങ്ങൾ ഏതൊക്കെയെന്ന് കണ്ടെത്തി ഒഴിവാക്കാൻ കഴിയണം. 3. ശരീരത്തിലെ രോഗാതുരമായ കോശങ്ങളെ മാറ്റി പുതിയ കോശങ്ങളെ ഉണ്ടാക്കാനുള്ള പോഷകങ്ങൾ ശരീരത്തിന് ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കാൻ കഴിയണം. 4. ഇമ്മ്യൂണിറ്റിയെ നിയന്ത്രിക്കുന്ന ഒമേഗ 3 ഫാറ്റിൻ്റെയും ഒമേഗ 6 ഫാറ്റിൻ്റെയും അനുപാതം ഭക്ഷണത്തിലും ശരീരത്തിൽ സംഭരിക്കപ്പെട്ടിരിക്കുന്ന കൊഴുപ്പിലും ഉത്തമമാക്കാൻ കഴിയണം. എങ്കിൽ മാത്രമേ ഇമ്മ്യൂണിറ്റിയിലെ ഇൻഫ്ലമേഷനും ഹീലിംഗ് പ്രവർത്തനങ്ങളും സമതുലിതാവസ്ഥയിൽ എത്തിക്കാനും ഇമ്മ്യൂൺ കോശങ്ങളുടെ ആരോഗ്യം വീണ്ടെടുക്കാനും നശിപ്പിക്കപ്പെട്ട കോശങ്ങളെ പുനർനിർമ്മിച്ച് ആരോഗ്യം വീണ്ടെടുക്കാനും വാതരോഗങ്ങളിൽ നിന്നും മോചനം നേടാനും കഴിയും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞാൽ ഇത്തരം ജീവിതശൈലി രോഗങ്ങളുടെ കാരണം മനസ്സിലാക്കി അവയെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്ന് നേരത്തെ കണ്ടെത്താനും ജീവിതശൈലിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി അതിൽ നിന്നും മോചനം നേടാൻ സഹായകമാകും. മരുന്നോ ഓപ്പറേഷനോ കൊണ്ട് ഇത്തരം ജീവിതശൈലി രോഗങ്ങൾ മാറ്റാനാകില്ല. കാരണം മരുന്നിൻ്റെയോ ഓപ്പറേഷൻ്റെയോ കുറവുകൊണ്ടല്ല ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുന്നത്, മറിച്ച് ജീവിതശൈലിയിലെ അപാകതകൾ കൊണ്ടാണ്. അതിനാൽ ജീവിതശൈലി ക്രമീകരിക്കുന്നതിലൂടെ മാത്രമേ ഇത്തരം ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്നാൽ അതിൽ നിന്നും മോചനം നേടാനും സാധിക്കും. വൃക്കരോഗം പോലുള്ള ജീവിതശൈലി രോഗങ്ങൾ കൂടി വരികയാണ്. ഒപ്പം തന്നെ ജീവിതശൈലി രോഗങ്ങൾക്കായി ഓപ്പറേഷനുകൾക്ക് വിധേയരാകേണ്ടി വരുന്ന രോഗികളുടെ എണ്ണവും കൂടി വരുന്നു. ഓപ്പറേഷന് മുമ്പ് രോഗത്തിൻ്റെ അടിസ്ഥാന കാരണം ഓപ്പറേഷൻ എന്താണ് ലക്ഷ്യമിടുന്നത്, ഓപ്പറേഷൻ സമയത്തും അതിനുശേഷവും ഉണ്ടാകാവുന്ന അപകട സാധ്യതകളും പാർശ്വഫലങ്ങളും എന്തൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ രോഗികളും ബന്ധുക്കളും മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഒപ്പം തന്നെ ഓപ്പറേഷനിലൂടെ ലഭിക്കുന്ന പ്രയോജനം, ഓപ്പറേഷൻ കൊണ്ട് രോഗം മാറുമോ, ഇനിയും രോഗമുണ്ടാകാൻ സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും അറിയാൻ ശ്രമിക്കുക. ഇൻഷുറൻസ് പരിരക്ഷ ഉള്ളവരാണ് കൂടുതലും ഓപ്പറേഷനായി പണം ചെലവാക്കേണ്ടി വരുന്നില്ല. അതിനാൽ ശസ്ത്രക്രിയകളെ വളരെ ലാഘവത്തോടെ കാണുന്ന രീതി കൂടി വരികയാണ്. അനസ്തീസിയ സംബന്ധമായും ഓപ്പറേഷൻ സമയത്തും അതിനുശേഷവും ഉണ്ടാകാവുന്ന അപകട സാധ്യതകൾ വളരെ ചെറുതാണെങ്കിലും മരണത്തിന് പോലും ഉള്ള സാധ്യത ഉണ്ടാക്കും എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഓപ്പറേഷനായി നൽകുന്ന ഒട്ടുമിക്ക സമ്മതപത്രത്തിലും മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് എഴുതിയിട്ടുണ്ടാവും. രോഗിയും ബന്ധുക്കളും ഓപ്പറേഷന് മുമ്പായി നൽകേണ്ട സമ്മതപത്രം ഓപ്പറേഷൻ ദിവസമല്ല വായിക്കേണ്ടത്, മറിച്ച് ഓപ്പറേഷന് വിധേയമാകാൻ തീരുമാനിക്കുന്നതിനും തീയതി ഫിക്സ് ചെയ്യുന്നതിനും മുമ്പ് ഒപ്പുവയ്ക്കേണ്ട സമ്മതപത്രം വായിച്ചു നോക്കി മനസ്സിലാക്കണം. ജീവിതശൈലി രോഗങ്ങൾ ഉള്ളവർക്ക്, പ്രത്യേകിച്ചും രക്തക്കൊള്ളുകളെ ബാധിക്കുന്ന രോഗങ്ങളുള്ളവർക്ക് അനസ്തീസിയുടെയും ശസ്ത്രക്രിയാ സംബന്ധമായും ഉള്ള അപകട സാധ്യതകളും പാർശ്വഫലങ്ങളും കൂടുതലാണ് എന്നതും അറിയണം. രോഗങ്ങൾ തുടക്കത്തിലേ കണ്ടെത്തുകയും അമിതവണ്ണമുണ്ടെങ്കിൽ കുറയ്ക്കാൻ ശ്രമിക്കുകയും മെറ്റബോളിസത്തിലെയും ഇമ്മ്യൂണിറ്റിയിലെയും അപാകതകൾ കണ്ടെത്തി പരിഹരിക്കാൻ ശ്രമിക്കുകയുമാണ് വേണ്ടത്. അടുത്തത് ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയ അടിത്തറ വിലയിരുത്തേണ്ടതുണ്ട് എന്നതാണ്. ഞാൻ ഡോക്ടർ ജോളി തോംസൺ 1981 ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും MBBSഉം തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MDയും റീപ്രൊഡക്റ്റീവ് മെഡിസിനിലും സർജറിയിലും സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾക്ക് ശേഷം ഗവൺമെൻറ് സർവീസിൽ ചേർന്നു. 97-ൽ റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെൻ്ററിൽ മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കി ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയുന്നതിനും ചികിത്സിച്ചു മാറ്റുന്നതിനും ഊന്നൽ നൽകുന്നു. മോഡേൺ മെഡിസിനിൽ ഉപയോഗിക്കുന്ന മരുന്നുകളും ഓപ്പറേഷനുകളും ഫിസിയോതെറാപ്പിയും ഇമ്മ്യൂണിറ്റിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തി. ഈ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ഇമ്മ്യൂണിറ്റിയെ ഉത്തേജിപ്പിക്കാനുള്ള പോഷക മിശ്രിതങ്ങളും ഓക്സിഫ്ലെക്സ് എന്ന പ്രത്യേക വ്യായാമ രീതിയും ഡെവലപ്പ് ചെയ്തു. ഈ പോഷക മിശ്രിതങ്ങളുടെയും ഓക്സിഫ്ലെക്സ് വ്യായാമത്തിൻ്റെയും സഹായത്തോടെ കോശങ്ങളെ ശാക്തീകരിച്ച് രോഗമുക്തിയെ സഹായിക്കാനും ആരോഗ്യം ഉത്തമമാക്കാനും നിലനിർത്താനും സഹായിക്കുന്ന സെൽ ആക്ടിവേഷൻ എന്ന നൂതന ചികിത്സാ രീതിയും ഡെവലപ്പ് ചെയ്തു.
അടുത്തതായി എന്താണ് ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ആൻഡ് സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണം എന്നതാണ്. ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ ശരീരഘടനയും ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവും കണ്ടെത്തുകയും ഒപ്പം തന്നെ ഉത്തമ ശരീരഘടന എന്തായിരിക്കണമെന്ന് കണ്ടെത്തുകയുമാണ് ആദ്യഘട്ടം. രണ്ടാമതായി രക്തപരിശോധനകൾ നടത്തി ഹൃദയം, രക്തക്കുഴലുകൾ, ലിവർ, കിഡ്നി തുടങ്ങിയ അവയവങ്ങളുടെ ആരോഗ്യസ്ഥിതിയും ഇമ്മ്യൂൺ സ്റ്റാറ്റസും ഹോർമോണുകളുടെയും പോഷകങ്ങളുടെയും ലെവലും ശരീരത്തിന് ചേരുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമാണ്. മൂന്നാമതായി ഉത്തമ ശരീരഘടനയിൽ എത്താനായി വേണ്ട ജീവിതശൈലി ക്രമീകരണങ്ങളാണ്. രോഗിയുടെ പ്രത്യേകതകൾ അനുസരിച്ച് ഉത്തമ ന്യൂട്രീഷനും വ്യായാമവും നൽകുന്നതിനൊപ്പം ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയ്ക്കാനുമാണ് ഇത് ശ്രമിക്കുന്നത്. ശരീരകോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഉത്തമമായ സാഹചര്യം ഒരുക്കുന്നതിലൂടെ ജീവനാധാരമായ മെറ്റബോളിക് അഥവാ രാസപ്രവർത്തനങ്ങളുടെ സമതുലിതാവസ്ഥ വീണ്ടെടുക്കുകയും നിലനിർത്തുകയുമാണ് ലക്ഷ്യം. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ രക്തയോട്ടവും മെറ്റബോളിക് പ്രവർത്തനങ്ങളും ഹോർമോൺ ബാലൻസും ഇമ്മ്യൂണിറ്റിയും ശരീരഘടനയും ഉത്തമമാക്കാനും നിലനിർത്താനും കഴിഞ്ഞാൽ ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളെയും പ്രതിരോധിക്കാനാവും. മാത്രമല്ല വർഷങ്ങളായി മരുന്ന് കഴിക്കുന്നവർക്ക് പോലും രോഗം മൂർച്ഛിച്ച് അവയവങ്ങൾ തീരെ നശിക്കുന്നതിന് മുൻപെങ്കിലും കേടായ ശരീരകോശങ്ങളുടെ പുനർനിർമ്മിതിക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകാനും വിഷാംശം ശരീരത്തിലെത്തുന്നത് തടയാനും ശരീരകോശങ്ങളെയെല്ലാം ഉത്തേജിപ്പിക്കാൻ ഉതകുന്ന വ്യായാമത്തിലൂടെ എല്ലാ ശരീരകോശങ്ങൾക്കും വേണ്ട രക്തയോട്ടം ലഭിക്കുന്നു എന്നുറപ്പാക്കാനും വേണ്ട ജീവിതശൈലി ക്രമീകരണത്തിന് തയ്യാറായാൽ പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും അലർജിയും ആസ്മയും ആർത്രൈറ്റിസും ക്യാൻസറും പോലുള്ള ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും അവയ്ക്കായി കഴിക്കുന്ന മരുന്നുകളിൽ നിന്നും വേണ്ടി വരാവുന്ന ഓപ്പറേഷനുകളിൽ നിന്നും ഒക്കെ മോചനം നേടാനും കഴിയുന്നതേ ഉള്ളൂ. വാതരോഗം ഒരിക്കൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാറില്ല. കണ്ടിന്യൂസ് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും അതിങ്ങനെ പതുക്കെ പതുക്കെ കൂടി വന്ന് നമ്മൾ പലപ്പോഴും പ്രത്യേകിച്ച് ഈ ജോയിൻറ്റിൻ്റെ റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസും ആങ്കിലോസിങ് സ്പോണ്ടൈലൈറ്റിസും ഒക്കെ ആകുമ്പോൾ അത് ഡിഫോമിറ്റിയിലേക്ക് പോകും. പിന്നെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അതാണ് അവർ ഏറ്റവും അനുഭവിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ളത്. പിന്നെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞ് ഡിഫോമിറ്റീസ് കുറഞ്ഞു വരാം, അല്ലെങ്കിൽ കുറച്ച് നിർത്താൻ പറ്റും. പക്ഷേ എന്നാലും പിന്നെയും പതുക്കെ പതുക്കെ അത് കൂടി വരും. പിന്നെ ഈ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് വെച്ച് തന്നെ മറ്റുള്ള രോഗങ്ങൾ, കാരണം സ്റ്റിറോയിഡ് പോലെയുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പം മറ്റു രോഗങ്ങളിലേക്ക് വരാനുള്ള ഡയബറ്റീസും അതുപോലെയൊക്കെ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പം ഇങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എന്ത് ബെനിഫിറ്റാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പം ഞാനിപ്പം ബേസിക്കലി ക്ലിനിക്കൽ ജീവിതശൈലി ക്രമീകരണം, അതായത് ലൈഫ് സ്റ്റൈൽ മോഡുലേഷൻ കൊണ്ട് ഉള്ള ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കുന്നത്. ഇതിൽ സ്പെഷ്യൽ ഫുഡും സ്പെഷ്യൽ എക്സസൈസുമാണ് വരുന്നത്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഈ സ്പെഷ്യൽ ഫുഡ് കൊടുക്കുമ്പോൾ മറ്റുള്ള സാധാരണ ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കി എന്ത് ഭക്ഷണമാണ് ഏത് കഴിക്കുമ്പോഴാണ് ഇവർക്ക് പ്രോബ്ലം ഉണ്ടാക്കുന്നതെന്നുള്ളതും കൂടെയാണ് നോക്കുന്നത്. യൂഷ്വലി ഒരു 3 monthsലേക്ക് മെയിൻ ഫുഡ് ഇതായിരിക്കും. അതിൻ്റെ നമ്മൾ ഈ സപ്പോർട്ടായിട്ട് കൊടുക്കുന്ന ഫുഡായിരിക്കും. അപ്പോൾ അതിലെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ന്യൂട്രിയൻറ്റും ഉറപ്പാക്കിക്കൊണ്ട്, അത് നമുക്ക് ബോഡിക്ക് വേണ്ടി ഇന്നിപ്പോൾ നമുക്കറിയാം എന്തൊക്കെ ഭക്ഷണം എന്തൊക്കെ ന്യൂട്രിയൻ്റ് എത്ര അളവിലാണ് വേണ്ടതെന്ന്. പക്ഷെ നമുക്കൊരു സാധാരണ ഫുഡിൽ ഇപ്പം നമുക്ക് വൈറ്റമിൻ ഇ നമുക്ക് 2500 milligram ഡെയിലി വേണം. പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല വൈറ്റമിൻ ഡി അത്രയുണ്ട്. അങ്ങനെ ഒരു 57 ന്യൂട്രിയൻറ്റ് അതിനകത്ത് വെള്ളവും ഓക്സിജനും ഒക്കെ വരണം. ഇതെല്ലാം നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഈ ക്ലിനിക്കൽ സപ്പോർട്ട് കൊടുക്കുന്ന ഈ സമയത്ത് ഇതെല്ലാം നമ്മൾ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ എല്ലാ സെല്ലുകളെ, അതെന്ന് പറയുമ്പോൾ നമ്മൾ കണക്റ്റീവ് ടിഷ്യൂവിനെയാണ് ബാധിച്ചിരിക്കുന്നത്. നമ്മൾ ഹോൾ ബോഡിയിൽ എല്ലായിടത്തും ഉണ്ട്. ഈവൻ നമുക്ക് മനസ്സിലാക്കാൻ വാതരോഗമുള്ളവർ മിക്കവാറും ഒന്നെങ്കിൽ ആൻസൈറ്റി, ഡിപ്രഷൻ, സൈക്കാട്രിക് പ്രോബ്ലംസും അവർക്കുണ്ടാവും. ഒന്ന് ഈ രോഗം കാരണവും ആകെ വയ്യാഴികയാണല്ലോ. അപ്പം മറ്റു മാനസിക രോഗങ്ങളും അവർക്കുണ്ടാവാം. അപ്പോൾ അതാണ് നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത്. ഒരു ആൻസൈറ്റി പല വിധത്തിലുണ്ടാവും. അപ്പം എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്നുണ്ടെന്നുള്ളതാണ് ഈ റുമാറ്റിസം, ഈ കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡർ. അപ്പം എല്ലാ സെല്ലുകൾക്കും സ്റ്റിമുലേഷൻ കിട്ടുന്നത് പോലെയുള്ള എക്സസൈസാണ്. ബേസിക്കലി നമുക്ക് എക്സസൈസ് നമ്മുടെ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു നമ്മൾ പറഞ്ഞ അനുസരിക്കുന്ന ആകെ ഒരു ഗ്രൂപ്പ് ഓഫ് സെല്ലേ ഉള്ളൂ. അത് നമ്മളുടെ സ്കെലിറ്റൽ മസിൽസാണ്, നമ്മളുടെ പേശികൾ. നമ്മളുടെ എല്ലുകളുമായിട്ടും അല്ലെങ്കിൽ ജോയിൻറ്റുകളുമായിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന
അറ്റാച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന മസിലുകൾ. അപ്പോൾ ഈ മസിലിനെ ആക്ടിവേറ്റ് ചെയ്യാനേ നമുക്ക് പറ്റുള്ളൂ. മസിലിനെ ആക്ടിവേറ്റ് ചെയ്താൽ അത് ഇൻഡയറക്റ്റ്ലി നമ്മുടെ എല്ലാ ഓർഗനുകളെയും ഇത് ചെയ്യും. പക്ഷേ നമ്മൾ എല്ലാ മസിലിനെയും ആക്ടിവേറ്റ് ചെയ്യണം. നമ്മുടെ ബോഡിയിൽ ഏകദേശം 650 മസിൽസ് ഉണ്ടെന്നാണ്. ആ എല്ലാ മസിലിനെയും ഏകദേശം അതെല്ലാം പല ജോയിൻറ്റും ബോണുമായിട്ടും അറ്റാച്ച്ഡ് ആണ്. നമുക്ക് ഏകദേശം 230 ബോൺസും അറൗണ്ട് 350 ജോയിൻസും ഉണ്ട്. അപ്പം ഇതിനെയെല്ലാം ആക്ടിവേറ്റ് ചെയ്ത് എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിന് പറ്റിയ സ്പെഷ്യൽ സീരിയലായിട്ടുള്ള എക്സസൈസസുമാണ് നമ്മളിതിൽ ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ കൂടെ നമുക്കിതിൽ ചില ഭക്ഷണം ഇവർക്ക് പറ്റാത്തതുണ്ടാവും. ചിലർക്ക് നമുക്ക് കാണാറുണ്ട് റൈസ്, എല്ലാവരും നമ്മുടെ സ്റ്റേബിൾ ഡയറ്റ് നമ്മുടെ സാധാരണ അരി ആഹാരമാണല്ലോ നമ്മൾ കഴിക്കുന്നത്. അപ്പം ചിലർക്ക് അരി തന്നെ പറ്റാത്തതുണ്ടെന്നുള്ളതാണ്. അപ്പം അതാണെങ്കിൽ അതും ഒഴിവാക്കേണ്ട വരും. അങ്ങനെ പറ്റുള്ളൂ. അപ്പം പലരും അരിക്കും തേങ്ങയ്ക്കും ഒക്കെ അലർജി എന്ന് കാണുമ്പോൾ അയ്യോ ഡോക്ടറെ എങ്ങനെയാണ്, അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യും, ആദ്യം ഒരു ഡിപ്രഷൻ ഒക്കെ വരും ചിലപ്പം. അയ്യോ എനിക്കിനി അപ്പം പുട്ടും ദോശയും ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഓർക്കും. പക്ഷെ നമുക്കതൊക്കെ ഈസി ആയിട്ട് ഓവർകം ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യമൊക്കെ നമുക്കൊരു ഷോക്കായിട്ട് തോന്നും. പക്ഷെ നമുക്ക് പ്രകൃതി ഇഷ്ടംപോലെ സാധനങ്ങൾ തരുന്നുണ്ട്. മച്ച് മോർ ടേസ്റ്റി ആയിട്ടുള്ള അരി. ശരിക്കും ചോറിന് എന്താ ഇത്ര വലിയ ടേസ്റ്റ് വല്ലതും ഉണ്ടോന്നുമില്ല. നമ്മൾ ഈ അപ്പമൊക്കെ ആക്കി അതിനകത്ത് പല സാധനമൊക്കെ ഇട്ട് പൊളിപ്പിച്ചു അങ്ങനെയൊക്കെ ആണല്ലോ അതിനെ ടേസ്റ്റ് ആക്കി എടുക്കുന്നത്. അതുപോലെ മറ്റ് പല കാര്യങ്ങളും വെച്ച് നമുക്ക് ടേസ്റ്റൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ സാധിക്കുന്നതേ ഉള്ളൂ. നമുക്ക് നോക്കി അതനുസരിച്ച് നമുക്ക് പറ്റാത്ത സാധനങ്ങൾ ഒഴിവാക്കുക, പറ്റുന്നത് ഏതാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു 3 മാസം നമ്മളിങ്ങനെ നോക്കുമ്പോഴേക്കും നമുക്കൊരു 10-25 ഐറ്റംസ് നമുക്ക് പറ്റിയത് കണ്ടുപിടിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എപ്പം വേണമെങ്കിലും നമുക്ക് പുതിയ ഐറ്റംസ് ആഡ് ചെയ്യാം. കാരണം ഇതിന് കുഴപ്പമില്ല. അപ്പം ഒരെണ്ണം ആഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും പ്രശ്നം വരുന്നുണ്ടോ, അപ്പം നമുക്കതിനെ ഒഴിവാക്കാൻ പറ്റും. ഒഴിവാക്കി നോക്കി കണ്ടുപിടിച്ച് പോകാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പം യൂഷ്വലി ഒരു 3 to 6 months നമ്മൾ ആക്റ്റീവായിട്ട് ഇത് കൊടുക്കുന്നത്. പിന്നെ ചിലർ കാണാറുണ്ട് വെരി ഹൈ ആയിരിക്കും ഈ ആൻറ്റി CCP. ഇപ്പോൾ ഈ റൊമറ്റോയിഡ് ആർത്രൈറ്റിസിലാണെങ്കിൽ ആൻറ്റി CCP, റൊമറ്റോയിഡ് ഫാക്ടറൊക്കെ വെരി ഹൈ ആയിരിക്കും. ചിലരുടെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ കുറഞ്ഞു വരും. ഈവൻ നമ്മൾ SLE പേഷ്യൻസ്, സ്ക്ലിറോഡെർമ അങ്ങനത്തെ പേഷ്യൻസ്, ഇപ്പം സ്ക്ലിറോഡെർമയൊക്കെ ഉള്ള പേഷ്യൻസ് നമ്മൾ കാണാറുണ്ട്. ഈവൻ അവരുടെ ഈ രക്തക്കൊഴലുകളെയും ബാധിക്കും. അപ്പോൾ ഈ ബൈപ്പാസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസിനെ പോലും കാണാറുണ്ട്. അപ്പോൾ കുറേ അധികം മരുന്നുകളുണ്ടാവും. ഈവൻ അതിൻ്റെ കൂടെ ഡയബറ്റീസും ഒക്കെ വന്നിട്ടുണ്ടാകും. ഈ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഹാർട്ടിന് വേണ്ടി മരിക്കുന്ന മരുന്നുകളും എല്ലാം നമുക്ക് നിർത്താൻ പറ്റും എന്നുള്ളത്. ഈ സ്റ്റിറോയിഡ്സും റുമാറ്റിസത്തിനുള്ള മരുന്നുകൾ മാത്രമല്ല, അത് നമുക്ക് കുറച്ചുകൊണ്ട് ഒന്ന് നിർത്താം. പിന്നെ അതുകൂടാതെ പല ഇത്തരം പേഷ്യൻസിനും മറ്റു രോഗങ്ങളും ഉണ്ടാവും. ഡയബറ്റീസ് ഒക്കെ ആണെങ്കിൽ ടൈപ്പ് 2 ഡയബറ്റീസ് ആണെങ്കിൽ, അതായത് നമ്മളുടെ പാൻക്രിയാസ് അത്യാവശ്യം ഇൻസുലിൻ ഉണ്ടാക്കുന്ന ഡയബറ്റീസിനെയാണ് നമ്മൾ ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്നത്. ടൈപ്പ് 2 ഡയബറ്റീസിന് ഈവൻ ഇൻസുലിനും 3-4 ടാബ്ലറ്റും ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡേ തന്നെ നിർത്താം. കാരണം ഡയബറ്റീസിൻ്റെ കാര്യത്തിൽ നമുക്ക് ഫസ്റ്റ് ഡേ തന്നെ നിർത്താം. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഫിഡൻസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് 2 hours കഴിയുമ്പോൾ തന്നെ ബ്ലഡ് ഷുഗർ നോക്കാമല്ലോ. ബ്ലഡ് ഷുഗർ കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഈ മരുന്നെല്ലാം എടുക്കുന്നത് എന്തിനാ, ബ്ലഡ് ഷുഗർ കുറയ്ക്കാൻ വേണ്ടി. ഇപ്പോൾ ഡയബറ്റീസ് പേഷ്യൻസ് ഒക്കെ എപ്പോഴും ചോദിക്കും, അയ്യോ ഡോക്ടറെ ഇപ്പോൾ പെട്ടെന്ന് അങ്ങ് നിർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു. ഡയബറ്റീസിൻ്റെ മരുന്നുകൾ ഞാൻ 10-15 വർഷമായിട്ട് ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുക, അയ്യോ ഒറ്റ ദിവസം പെട്ടെന്ന് അങ്ങ് നിർത്തി എന്ത് സംഭവിക്കും. ഒന്നും പേടിക്കേണ്ട. ഷുഗർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമാണല്ലോ നമ്മൾ ഇൻസുലിനും ഗുളികയൊക്കെ എടുക്കുന്നത്. ഇപ്പോൾ ഷുഗർ കുറഞ്ഞു വരുന്നുണ്ടോ എന്ന് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ബ്ലഡ് വെച്ച് ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ട് അറിയാവുന്ന കാര്യം. അപ്പം ഡയബറ്റീസിൻ്റെ മരുന്ന് കുറയ്ക്കാനാണ് ഏറ്റവും എളുപ്പം. പേഷ്യൻറ്റ് കാർബോഹൈഡ്രേറ്റ് ഉള്ള അധികമൊന്നും കഴിച്ചില്ല, പറയുന്ന പോലെയുള്ള ഫുഡ്, അതായത് നമ്മൾ ഡയബറ്റിക് പേഷ്യൻസ് ആണ്, കാർബ് ഇല്ലാത്ത ഫുഡാണ്. അപ്പം നമ്മൾ ഈ കൊടുക്കുന്ന സാധനങ്ങൾക്കൊന്നും കാർബോഹൈഡ്രേറ്റ് അധികമില്ല. അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി പേഷ്യൻറ്റ് കറക്റ്റായിട്ട് നോക്കുന്നുണ്ട്, ഷുഗർ കുറഞ്ഞിരിക്കും. അവർ കുറഞ്ഞില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ടൈപ്പ് 1 ആണോ 2 ആണോ, അതായത് ഇൻസുലിൻ ഉണ്ടോ ഇല്ലയോ നോക്കിയിട്ടാണ് നമ്മളിതൊക്കെ തുടങ്ങുന്നത്. ടെസ്റ്റുകൾ വഴി നോക്കിയിട്ടേ തുടങ്ങുള്ളൂ. അപ്പം അല്ലെങ്കിൽ അതിന് നമുക്കറിയാം, മറ്റേ സിംറ്റംസ് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പം വീട്ടിലിരുന്ന് തന്നെ എവരി 6 hours ഓർ ഒരു 4 നേരം ഷുഗർ നോക്കണമെന്നോ. അപ്പം കറക്റ്റായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പം രാവിലെ നോക്കുമ്പോൾ മുതൽ നമുക്ക് കുറഞ്ഞു വരുന്ന 24 hourനുള്ളിൽ മരുന്ന് കഴിക്കാതെ വലിയ ഹൈ 400-500 ഒക്കെ ഉള്ളവർ 24 to 48 hours മരുന്ന് അങ്ങനെയുള്ളവരും കാണാറുണ്ട്. മരുന്നൊന്നുമില്ല, നമുക്ക് മരുന്ന് കഴിക്കാൻ ഇഷ്ടമില്ല, പേടിയാണ്. ഷുഗർ അങ്ങ് 400-ലും ഈവൻ 500 വരെ ഉള്ളവരെയൊക്കെ കണ്ടിട്ടുണ്ട്. അവരുടേത് പോലും ഒരു 48 hours കൊണ്ട് ഷുഗർ കൺട്രോളാവും. പിന്നെ ഓൾറെഡി കൺട്രോൾ ഷുഗറിൽ നിൽക്കുന്നവരാണെങ്കിൽ ഇപ്പം ഇൻസുലിനൊക്കെ എടുത്ത് റീസണബിൾ കൺട്രോൾ 200-250 ഒക്കെ നിൽക്കുന്നവരാണെങ്കിൽ
ഇതിന് 24 ഹവറിൽ മരുന്നില്ലാതെ ഷുഗർ കൺട്രോൾ ആകും എന്നുള്ളതാണ്. അപ്പം ആർത്രൈറ്റിസിൻ്റെ കാര്യത്തിൽ നമ്മൾ പെട്ടെന്ന് ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്ന 3-4 HCQവും പിന്നെ മെത്തോട്രിക്സേറ്റും പിന്നെ സ്റ്റിറോയിഡും പിന്നെ പെയിൻ കില്ലേഴ്സ് ഇതെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പെട്ടെന്ന് നമ്മൾ നിർത്തില്ല. അത് പതുക്കെ നോക്കിക്കൊണ്ട് ഓരോന്നായിട്ട് പതുക്കെ കുറച്ചുകൊണ്ട് വരിക എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ കൂടെ പ്രഷറിനോ ഹാർട്ടിനോ ഒക്കെ ഉണ്ടെങ്കിലും കൊളസ്ട്രോളിന് മരുന്നുണ്ടെങ്കിൽ കൊളസ്ട്രോൾ കുറഞ്ഞു വരുന്നതനുസരിച്ച്, കാരണം ഈ ഡയറ്റ് കറക്റ്റ് ആക്കുകയും എക്സസൈസ് കറക്റ്റ് ആക്കുകയും അതാണല്ലോ നമ്മുടെ ഇതെല്ലാം ജീവിതശൈലി രോഗമാണല്ലോ. അല്ലാതെ മരുന്നിൻ്റെ കുറവുകൊണ്ടല്ല നമുക്ക് രോഗം ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ ജീവിതശൈലി, അതായത് നമ്മുടെ ഭക്ഷണം, നമ്മുടെ ആക്ടിവിറ്റീസ്, ഇതിൻ്റെ കുറേ പ്രശ്നം കൊണ്ടാണ് നമുക്ക് രോഗം ഉണ്ടായിരിക്കുന്നത്. അപ്പം അത് കറക്റ്റ് ചെയ്താൽ ഇത് ഗ്രാജുവലി കറക്റ്റ് ആയിക്കോളും. അപ്പോൾ ഡയബറ്റീസിൻ്റെ നമുക്ക് പെട്ടെന്ന് നിർത്താം. ബാക്കിയുള്ളതൊക്കെ പാരാമീറ്റേഴ്സ് കറക്കാം. കാരണം ഡയബറ്റീസിൻ്റെ നിർത്താമെന്നുള്ളത് എന്താ എളുപ്പം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് ഷുഗർ നോക്കാം. പിന്നെ BP-യും വീട്ടിലിരുന്ന് നോക്കാം. വീട്ടിലിരുന്നുകൊണ്ട് തന്നെ അതിന് നമ്മൾ ഓവർ ദ ഫോൺ ടെലിമെഡിസിനായിട്ട് ഡയറക്ഷൻസ് കൊടുത്ത് അതും ഗ്രാജുവലി കുറച്ചുകൊണ്ട് വരാം. ഒരു ഗുളികയൊക്കെ BP-ക്ക് കഴിക്കുന്നുണ്ട്, മിക്കവാറും 8-ാം ദിവസം വരുമ്പോഴേക്കും അവർക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. പ്രൊവൈഡഡ് എല്ലാം കറക്റ്റായിട്ട് നോക്കുന്ന പേഷ്യൻറ്റും കൂടെ ആയിരിക്കണം, പറയുന്ന പോലെ ചെയ്യുന്നവരായിരിക്കണം. കാരണം ജീവിതശൈലി കറക്റ്റ് ചെയ്തില്ലെങ്കിൽ ഇതിനകത്ത് ബെനിഫിറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഓവർ വെയിറ്റ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വെയിറ്റ് കുറയുകയും ചെയ്യണം. യൂഷ്വലി ഒരു 3 മാസം കൊണ്ട് ഒരു 20% വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. നന്നായിട്ട് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് മന്ത് കൊണ്ട് തന്നെ ഓൾമോസ്റ്റ് 10% വെയിറ്റ് കുറയ്ക്കാം. പ്രത്യേകിച്ച് 90-100 ഒക്കെ വെയിറ്റ് ഉള്ളവർ ഫാസ്റ്റായിട്ട് ആ വെയിറ്റ് കുറയുന്നതും കൂടെ അനുസരിച്ച് ഫാസ്റ്റായിട്ടുള്ള റിലീഫും ആയിരിക്കും കിട്ടുന്നത്. നമ്മൾ ബാക്കിയുള്ള മരുന്നുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഓരോന്ന് മരുന്നുകൾ കൂട്ടിക്കൊണ്ട് പോകാനല്ലേ പറ്റുള്ളൂ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോരോ മരുന്നുകളായിട്ട് കുറച്ചുകൊണ്ട് വരികയാണ്. മിക്കവാറും എല്ലാ മരുന്നുകളും തന്നെ വിതിൻ എ മന്ത് തന്നെ കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിസിൻസ് വെരി റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളവർക്ക് ചിലപ്പോൾ ഇച്ചിരി കൂടെ ടൈം എടുത്തെന്നിരിക്കും കുറച്ചുകൊണ്ട് വരാൻ. പിന്നെ വെരി റെയറായിട്ട് ചിലരുടെ മാത്രം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതായത് നമ്മൾ വെള്ളത്തിൽ അവരുടെ വെള്ളം നമുക്ക് ഓരോരുത്തരുടെയും വീട്ടിലെ അല്ലേ വെള്ളവും എയറും ഒക്കെ വരുന്നത്. അപ്പം അത് ചിലതിൽ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് വരും. അപ്പം പിന്നെ ഗ്രാജുവലി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയും ചിലരെ കാണാറുണ്ട്. അപ്പോൾ സിംറ്റമാറ്റിക് റിലീഫൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ അവർക്ക് ലൈറ്റായിട്ടുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി പെയിൻ കില്ലേഴ്സ് ചിലപ്പോൾ അങ്ങനെയും കൊടുക്കേണ്ടി വരും. പക്ഷെ അത് നിർത്തി കഴിയുമ്പോഴേക്കും വേദന വരുന്നു. അപ്പം അങ്ങനെയുള്ളവർ നമ്മൾ എന്താണെന്ന് കണ്ടുപിടിച്ചെടുക്കേണ്ടി വരും. ഈവൻ നമ്മുടെ ഡ്രസ്സ്, നമ്മുടെ എയറിൽ പെർഫ്യൂംസ് യൂസ് ചെയ്യുന്നത്, ഈവൻ കോസ്മെറ്റിക്സ്, ഹെയർ ഡൈ ഉപയോഗിക്കുന്നത്, അതൊക്കെ ആയിരിക്കും ചിലപ്പോൾ കാരണമായിട്ട് വരുന്നത്. അവർക്ക് മാറാതെ ഈ റൊമറ്റോയിഡ് ഫാക്ടറും RA ഫാക്ടറും ആൻറ്റി CCPയും ഒക്കെ കുറയാതെ നിൽക്കാനുള്ള റീസൺ ഒന്നായിരിക്കും. പിന്നെ ഉള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊരു കാര്യം എന്നുള്ളതാണ്, നമ്മൾ എല്ലാവരും സംശയം തോന്നുന്നത് പലർക്കും, നമ്മൾ ഈ കുടുംബപരമായിട്ട് അമ്മയ്ക്കുണ്ടെങ്കിൽ എനിക്കും വരാനുള്ള പോസിബിലിറ്റി ഉണ്ടല്ലോ, അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാനും അതിലാണേലും ഇത് ആപ്ലിക്കബിൾ ആണ്. അപ്പം നമുക്ക് ഒരു കുടുംബപരമായിട്ട് ആർത്രൈറ്റിസ് ഉള്ള ഒരാൾക്ക് ചിലപ്പം നമുക്ക് വരുന്ന വേറൊരു ഓട്ടോഇമ്യൂൺ രോഗമായിരിക്കും. ഇപ്പം ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് പലപ്പോഴും ഒരു 3-4 സിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അതിലൊരാൾക്ക് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആയിരിക്കും, വേറൊരാൾക്ക് സോറിയാസിസ് ആയിരിക്കും, വേറൊരാൾക്ക് വന്നിരിക്കുന്ന ആൻക്ലോസിങ് സ്പോണ്ടിലൈറ്റിസ് ആയിരിക്കും. ഇങ്ങനെയും പേഷ്യൻസ് കാണാറുണ്ട്. ഒരേ കുടുംബത്തിൽപ്പെട്ടവർക്ക് പല പല ഓട്ടോഇമ്യൂൺ ഡിസീസ് തന്നെ പലത്. അതായത് ഒരാൾക്ക് തന്നെ ഒരു ഓട്ടോഇമ്യൂൺ ഡിസീസ് വന്നാൽ പിന്നെ മറ്റുള്ളത് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പം റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉള്ളവർക്ക് മിക്കവാറും ഒരു 5-6 വർഷമായിട്ടുണ്ടെങ്കിൽ അപ്പോഴേക്കും തൈറോയിഡൈറ്റിസ് വന്നിട്ടുണ്ടാവും. ഓർ കാണാറുണ്ടോ ഈ ക്രോൺസ് ഡിസീസ്, അൾസറേറ്റീവ് കൊളൈറ്റിസ്, ഈവൻ ലങ്സിനെ ബാധിക്കുന്ന ILD, ഇഡിയോപ്പത്തിക് ലങ് ഫൈബ്രോസിസ് എന്നൊക്കെ പറഞ്ഞുള്ള രോഗങ്ങളും വരുന്നത്. അപ്പോൾ അത് വെരി കോമൺ ആണ്. അതുപോലെ തന്നെ ക്യാൻസറിലേക്ക് പോകാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പം പലരുടെയും ക്യാൻസർ പോസിബിലിറ്റി കൂടുതലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി നമ്മൾ ഇത്തരം ഓട്ടോഇമ്യൂൺ രോഗങ്ങളുള്ളവർക്ക് ട്യൂമർ മാർക്കേഴ്സ്, അതായത് ക്യാൻസർ വരാനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്നും കൂടെ നോക്കാറുണ്ട്. അപ്പോൾ പലർക്കും ഈ കോളൻ ക്യാൻസർ CA പോസിറ്റീവ്, അല്ലെ PSA, മെയിലിലാണ് PSA പോസിറ്റീവ്, ഫീമെയിൽസിലാണെങ്കിൽ ലേഡീസിലാണെങ്കിൽ ഈ CA-125 ഓവറി അല്ലെ യൂട്രസ് സംബന്ധമായിട്ടുള്ള ക്യാൻസറിൻ്റെ പോസിബിലിറ്റി കൂടുതലും ഒക്കെ കാണാറുണ്ട്. അതിൻ്റെ വാല്യൂസ് ഹൈ ആറുണ്ട്. അപ്പം നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷന് വേറൊരു ബെനിഫിറ്റ്, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും മാറി വരും എന്നുള്ളത്. അപ്പോൾ നമുക്ക് വേറെ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു PSA കൂടിയെന്ന് പറഞ്ഞ് നമ്മൾ തിരക്കിട്ട് പോയി ബയോപ്സി ചെയ്യുകയോ സർജറി ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈവൻ ഈ ക്യാൻസർ, മറ്റേ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ
ഒരു CA 19.9 ഒരെണ്ണം ഉണ്ട്, ഏതാണെന്ന് ഞാൻ പറഞ്ഞു, 19.5 ആണെന്ന് തോന്നുന്നു. അതുമൊക്കെ കൂടുതൽ കാണാറുണ്ട്. അപ്പം നമ്മൾ പെട്ടെന്ന് പോയി അയ്യോ ക്യാൻസർ ആണോ എന്ന് പറഞ്ഞ് വെപ്രാളം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. കറക്റ്റായിട്ട് അപ്പം ക്യാൻസർ ഇത് കാണുകയാണെങ്കിൽ കുറച്ചും കൂടെ സ്ട്രിക്റ്റായിട്ട് ലോ കാലറി ലോ കാർബ് ഡയറ്റ് എടുക്കണം. കാരണം ക്യാൻസർ സെല്ലിന് വളരണമെങ്കിൽ ഗ്ലൂക്കോസ് വേണം. അപ്പോൾ ഗ്ലൂക്കോസ് അങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും ഇങ്ങനെയുള്ള ക്യാൻസർ ട്യൂമർ മാർക്കേഴ്സൊക്കെ കൂടിയവർക്ക് കുറഞ്ഞു വരുമെന്നുള്ളതാണ്. അപ്പം നമുക്കിതെല്ലാം നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ, അപ്പം ഇതിൻ്റെ ഒപ്പം തന്നെ ഇപ്പം നമ്മൾ ക്യാൻസർ പോലും നമുക്ക് ഏർലി കണ്ടുപിടിച്ച് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ചുകൊണ്ട് വരാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും നമുക്ക് തന്നെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നും, പ്രത്യേകിച്ച് ഡോക്ടേഴ്സിനൊക്കെ ആയിരിക്കും ഏറ്റവും ബുദ്ധിമുട്ട് തോന്നുന്നത്. കാരണം അതെങ്ങനെ പോസിബിൾ ആകും, ഇപ്പോൾ ഡയബറ്റീസിൻ്റെ മരുന്ന് ഫസ്റ്റ് എയ്ഡ് ചെയ്തതിനെ നിർത്തുക, അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ ബൈപ്പാസ് വേണ്ടെന്ന് വയ്ക്കുക, ഇതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ, കാരണം മോഡേൺ മെഡിസിനിലുള്ളവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ട്. പക്ഷെ നമ്മൾ ഇത് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇതെല്ലാം നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ആയിട്ട് ടെസ്റ്റുകൾ വഴിയാണ്. അപ്പം ഇതിലെല്ലാം നമ്മളുടെ ബോഡിയാണ് കറക്റ്റ് ചെയ്യാൻ നോക്കുന്നത്. അപ്പം നമ്മൾ മരുന്ന് വെച്ച് നമ്മുടെ ബോഡിയെ കറക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതിൻ്റെ എല്ലാം ബേസ് ക്ലിനിക്കൽ ഈ ജീവിതശൈലിയിലാണ്. അപ്പം ജീവിതശൈലി കറക്റ്റ് ചെയ്യുക, ബോഡിയെ കറക്റ്റ് ചെയ്യുക, അറ്റ് കോശങ്ങളുടെ ലെവലിൽ തന്നെ, അതായത് മൈക്രോ ലെവലിൽ, സെല്ലുലാർ ലെവലിൽ കറക്റ്റ് ചെയ്താൽ ഇതെല്ലാം നമുക്ക് മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ. മരുന്ന് വെച്ച് നമുക്ക് മാറ്റാൻ പറ്റില്ല. ജീവിതശൈലിയുടെ റൂട്ട് കോസ് കിടക്കുന്നത്, അതായത് ബേസിക് റീസൺ കിടക്കുന്നത് ജീവിതശൈലിയാണ്. അല്ലാതെ ജീവിതശൈലി രോഗങ്ങളെ മരുന്ന് വെച്ച് മാറ്റാൻ പറ്റില്ല, ഓപ്പറേഷൻ വെച്ച് മാറ്റാൻ പറ്റില്ല. കൺട്രോൾ ചെയ്യാം, കുറച്ച് സിംറ്റംസ് ഒന്ന് കുറഞ്ഞ് നിൽക്കും. പക്ഷെ നമ്മൾ രോഗം പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കും, മരുന്നുകളുടെ സൈഡ് എഫക്ട്സും അതിൻ്റെ കൂടെ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം നമുക്ക് ജീവിതശൈലി കറക്റ്റ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരാമെന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ ഡിസീസിനെ റിവേഴ്സ് ചെയ്യാം, മാറ്റിയെടുക്കാം, മരുന്നില്ലാത്ത നിലയിലേക്ക് പോകാം. പക്ഷെ ഒരു റീസണബിൾ, വൺസ് ബോഡി കറക്റ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു റീസണബിൾ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാനേജ് ചെയ്തുകൊണ്ട് പോകാം. പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മൾ തെറ്റിക്കുമ്പോൾ അതനുസരിച്ച് അതിനെ ഒന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് ഇടയ്ക്ക് വേണ്ടി വരുമെന്ന് മാത്രമേ ഉള്ളൂ. ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ രോഗലക്ഷണങ്ങളെ അല്ല ഫോക്കസ് ചെയ്യുന്നത്, അതിൻ്റെ അടിസ്ഥാന കാരണമായ ശരീരഘടനയിലെയും ഹോർമോൺ ബാലൻസിലെയും ഇമ്മ്യൂണിറ്റിയിലെയും വ്യതിയാനങ്ങളെയും അവയ്ക്ക് കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ പരിഹരിക്കാനുമാണ്. അതുകൊണ്ടാണ് ഏത് പ്രായത്തിലുള്ള ആൾക്കും ഒരേ സമയം വ്യത്യസ്ത രോഗങ്ങൾക്കും രോഗലക്ഷണങ്ങൾക്കും അസ്വസ്ഥതകൾക്കും ആശ്വാസം ലഭിക്കുന്നത്. രോഗമുക്തിക്ക് ആധാരം ഇമ്മ്യൂൺ സിസ്റ്റമാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉത്തമമായി പ്രവർത്തിക്കാനുള്ള അവസരം ഒരുക്കുകയും അതിലൂടെ ശരീരത്തിൻ്റെ സെൽഫ് ഹീലിംഗ് പവറിനെ ഉത്തേജിപ്പിക്കുകയുമാണ് വേണ്ടത്. സ്വയം ജീവിതശൈലി ക്രമീകരിച്ച് ആരോഗ്യം ഉത്തമമാക്കി നിലനിർത്താനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. അതിന് കഴിയാതെ വരികയോ ഹൃദ്രോഗവും ക്യാൻസറും പോലുള്ള മാരക രോഗങ്ങൾ സംശയിക്കപ്പെടുമ്പോഴും ഒന്നിൽ കൂടുതൽ രോഗങ്ങളുള്ളവർക്കും മരുന്നുകൾ ദീർഘകാലം ഉപയോഗിക്കേണ്ടി വരുന്നവർക്കും മരുന്നുകൾ കൊണ്ടും അസ്വസ്ഥതകൾ മാറ്റാൻ കഴിയാതെ വരുമ്പോഴും ഓപ്പറേഷൻ ആവശ്യമായി വരുന്നവർക്കുമാണ് ക്ലിനിക്കൽ സപ്പോർട്ടോടെയും സൂപ്പർവിഷനോടെയും ഉള്ള ജീവിതശൈലി ക്രമീകരണം ആവശ്യമായി വരുന്നത്. ജീവിതശൈലി ക്രമീകരണത്തിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചും ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തെക്കുറിച്ചും വെബ്സൈറ്റിൽ നിന്നും യൂട്യൂബിൽ നിന്നും കൂടുതൽ അറിയാനാകും. ഡോക്ടറേക്കാൾ അറിവ് നേടാം എന്ന യൂട്യൂബ് സീരീസിലെ വീഡിയോകളും നൂതന സമീപനം എന്ന സീരീസിലെ ആദ്യ വീഡിയോയും നിങ്ങളുടെ രോഗത്തെക്കുറിച്ചുള്ള വീഡിയോയും ചികിത്സ എങ്ങനെയാവണം എന്ന സീരീസിലെ വീഡിയോയും കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാ ശനിയാഴ്ചയും 2:30 ലൈവ് എപ്പിസോഡുകളും നിങ്ങളുടെ രോഗവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞുപോയ എപ്പിസോഡുകളും കാണുന്നത് നല്ലതാണ്. താങ്ക് യു.